നമസ്കാരം, ഗുഡ് മോർണിംഗ്. മോർണിംഗ് വൈബ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. എല്ലാവർക്കും കനത്ത ചൂട് തുടരുകയാണ് സംസ്ഥാനത്ത്. ഒരാഴ്ച കൂടി ഈ ഒരു ഉഷ്ണതരംഗം അതുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന പ്രവചനം. എന്തായാലും രാത്രി ഉറങ്ങാനൊക്കെ എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒന്ന് എണീറ്റ് വരുമ്പോൾ നല്ല വാർത്തകൾ കാണണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു നല്ല ദിവസം അങ്ങനെ തുടങ്ങാമെന്ന് ആഗ്രഹിച്ചായിരിക്കും നിങ്ങളെല്ലാവരും ഇപ്പോൾ എനിക്ക് മുന്നിലുള്ളത്. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. നിരവധി വാർത്തകളുള്ളൊരു വാർത്താ ദിനത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. പ്രധാനമായും ന്യൂസ് 8നെ സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ഒരു അഭിമുഖം ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പ്രേക്ഷകരുമായി വരും മണിക്കൂറിൽ ഞങ്ങൾ പങ്കുവയ്ക്കും. അതിൻ്റെ പൂർണ്ണരൂപവും പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ഈ വാർത്താ ദിനത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരുമ്പോൾ ഇ പി ജയരാജൻ അത് വളരെ നിർണായകമാണ് എന്നുള്ളതാണ്. അദ്ദേഹം അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് എത്തും. സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാനായി അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കേണ്ടതുണ്ട്. ഇതുവരെ പറഞ്ഞതിൽ നിന്ന് കൂടുതൽ എന്താണ് ഇ പിക്ക് പറയാനുള്ളത് എന്നതുകൂടി നമ്മൾ ഉറ്റുനോക്കുകയാണ്. അതടക്കമുള്ള നിരവധി വാർത്തകളുണ്ട്. എന്തായാലും നമുക്ക് ആദ്യം ആ വാർത്തയിലേക്ക് തന്നെ പോകാം എന്നെനിക്ക് തോന്നുന്നു. BJP നേതാവ് പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന ഇ പി ജയരാജന്റെ വിവാദ വെളിപ്പെടുത്തലിന് പിന്നാലെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരുമ്പോൾ എന്താകും അവിടെ നടക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. വോട്ടെടുപ്പ് ദിനത്തിൽ തന്നെ ഇക്കാര്യം തുറന്നു പറഞ്ഞ് ജയരാജനെതിരെ CPMൽ വലിയ പ്രതിഷേധം ഇപ്പോൾ ശക്തമാണ്. ഇപ്പിക്കെതിരെ നടപടി വേണമെന്ന ആവശ്യവും CPMൽ ഉണ്ട്. തെരഞ്ഞെടുപ്പ് അവലോകനം ചെയ്യാൻ ആണ് ഇപ്പോൾ യോഗം ചേരുന്നതെങ്കിലും പ്രധാന ചർച്ചാ വിഷയമായി ഇത് മാറിയേക്കുമെന്നുള്ളതാണ്. ജയരാജനും പങ്കെടുക്കും എന്നുള്ളത് ഉറപ്പായിരിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ അല്പസമയത്തിനകം തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തും. മുന്നണി കൺവീനർ BJP നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയതിൽ CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾക്ക് വലിയ അതൃപ്തിയുമുണ്ട്. VV അരുൺ ചേരുകയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും. അരുൺ, വെരി ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വാർത്താ ദിനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപിയുമായി ബന്ധപ്പെട്ട ഈ വിവാദം അത് തന്നെയാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരാനിരിക്കെ EP വരുന്നു തിരുവനന്തപുരത്തേക്ക്. എപ്പോഴാകും അദ്ദേഹം എത്തുക? ഇതുവരെ നമ്മളോടക്കം പറഞ്ഞതിന് അപ്പുറത്തേക്ക് EPക്ക് എന്തെങ്കിലും പറയാനുണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അശ്വതി, അല്പസമയത്തിനകം ഇ പി ജയരാജൻ കണ്ണൂരിൽ നിന്നുള്ള വിമാനത്തിൽ ഇവിടെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞു. അല്പസമയത്തിന് അദ്ദേഹം വിമാനത്താവളത്തിൽ തിരുവനന്തപുരം ഡൊമസ്റ്റിക് എയർപോർട്ടിന് പുറത്തേക്ക് വരും. വളരെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ് ചേരുന്നത്. സാധാരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുടൻ പ്രാഥമിക അവലോകനത്തിനായി CPMന്റെ സെക്രട്ടേറിയറ്റ് യോഗങ്ങൾ ചേരാറുണ്ട്. പക്ഷേ ഇന്ന് അതിനപ്പുറത്തേക്കുള്ള അജണ്ടയായി വരാൻ പോകുന്നത് ഇ പി ജയരാജന്റെ വിവാദ വെളിപ്പെടുത്തൽ തന്നെയാകും. അദ്ദേഹം എന്ത് നിലപാട് പാർട്ടി അറിയിക്കും? കാരണം ഇ പി ജയരാജൻ BJPയിലേക്ക് പോകാനുള്ള ചർച്ച നടത്തിയെന്ന ആ വിവാദ വെളിപ്പെടുത്തലോട് CPM വിശ്വസിക്കുന്നില്ല. കാരണം ഇ പി ജയൻ അത്രയധികം സീനിയോറിറ്റി നേതാവാണ്, അത്രയധികം പ്രതിബന്ധങ്ങൾ തരണം ചെയ്ത് കണ്ണൂരിൽ നിന്ന് വന്ന നേതാവാണ്. അദ്ദേഹം BJPയിലേക്ക് പോകുമെന്ന് അദ്ദേഹത്തിന്റെ കടുത്ത ശത്രുക്കൾ പോലും ആ രീതിയിൽ കാണുന്നില്ല. പക്ഷേ ഇ പി ജയരാജനെ ഇത്തരത്തിൽ പ്രകാശ് ജാവദേക്കർ എന്ന BJP നേതാവ് വന്നു കണ്ടിട്ടും എന്തുകൊണ്ട് അദ്ദേഹം അത് പാർട്ടി അറിയിച്ചില്ല എന്ന ചോദ്യമാണ് പ്രസക്തമാകുന്നത്. അതിലാണ് CPM നേതൃത്വത്തിന് അതിർത്തിയുള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ ഈ വിഷയം സ്വാഭാവിക ചർച്ചയ്ക്ക് വരും. ചർച്ചയ്ക്ക് വരുമ്പോൾ EP തന്റെ നിലപാട് അറിയിക്കുകയും ചെയ്യും. ഇ പി ജയരാജൻ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന തരത്തിൽ അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം തള്ളിക്കൊണ്ട് അദ്ദേഹം സെക്രട്ടറി യോഗത്തിൽ പങ്കെടുക്കാനായി എത്തുകയാണ്. അദ്ദേഹം ഇന്ന് യോഗത്തിൽ പങ്കെടുക്കാതിരുന്നെങ്കിൽ അത് കുറച്ചുകൂടി വലിയ വിമർശനങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റു ചില വ്യാഖ്യാനങ്ങൾക്ക് ഇട നൽകുമായിരുന്നു. പക്ഷേ അത് ഉണ്ടാകാതെ അദ്ദേഹം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കും. അല്പസമയത്തിനകം അദ്ദേഹം വിമാനത്താവളത്തിന് പുറത്തേക്ക് വരും. നമുക്കറിയാം CPMനെ വലിയ പ്രതിരോധത്തിലാക്കിയ ഒരു വിഷയമാണ് ഇ പി ജയരാജനെതിരെയുള്ള ദല്ലാ നന്ദകുമാറിന്റെയും അതുപോലെ ശോഭാ സുരേന്ദ്രൻ. പിന്നെ അത് ഏറ്റുപിടിച്ച് ഇ പി ജയരാജനാണ് BJPയുമായി ചർച്ച നടത്തിയ CPM നേതാവെന്ന കെ സുധാകരന്റെ വെളിപ്പെടുത്തൽ. അത് വലിയ ചലനങ്ങളാണ് CPM രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. മാത്രവുമല്ല, അത് വോട്ടെടുപ്പ് ദിവസം ഇ പി ജയരാജൻ തന്നെ പ്രകാശ് ജാവദേക്കർ വന്ന് കണ്ടിരുന്നു എന്ന വെളിപ്പെടുത്തൽ കൂടി നടത്തിയോടുകൂടി കാര്യങ്ങൾ CPMന് വലിയ തിരിച്ചടിയായി മാറിയിരുന്നു. ആ വിഷയത്തിൽ തെരഞ്ഞെടുപ്പിനെ പോലും സ്വാധീനിക്കാൻ കഴിയുന്ന വിഷയമായത് മാറുമോ എന്ന ആശങ്ക CPM നേതൃത്വത്തിനുണ്ട്. അത് തിരിച്ചറിഞ്ഞാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിൽ തന്നെ ഇ പി ജയരാജനെ തള്ളിപ്പറഞ്ഞുകൊണ്ടൊരു നിലപാട് സ്വീകരിച്ചത്. EP-യുടെ കൂട്ടുകെട്ടുകൾ നേരത്തെയും ഇത്തരത്തിൽ ജാഗ്രത കുറവുണ്ടായി എന്ന ഒരു വിമർശനം നടത്തിയത്. അതും CPMന്റെ സംഘടനാ രീതിയിൽ തികച്ചും അസാധാരണമായിരുന്നു. കാരണം അത്തരത്തിൽ പിണറായി വിജയൻ എന്ന നേതാവ് ഒരിക്കലും ഇത്തരം സംഘടനാ വിഷയങ്ങളിൽ സംഘടന ചർച്ച ചെയ്യും മുമ്പേ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് അത്തരത്തിലൊരു പരാമർശം നടത്തുക പതിവല്ല. പക്ഷേ ഇവിടെ അതിന്റെ ഒരു പ്രാധാന്യം
കൂടി തിരിച്ചറിഞ്ഞുകൊണ്ടാണ്, പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് ദിവസം അത്തരമൊരു വാർത്ത പുറത്തു വന്നാൽ അതിന് ഇ.പി. ജയരാജൻ സ്ഥിരീകരണം നൽകിയാൽ ഉണ്ടായേക്കാവുന്ന രാഷ്ട്രീയ തിരിച്ചടി കൂടി മനസ്സിലാക്കിയാണ് പിണറായി വിജയൻ അത്തരമൊരു സ്റ്റേറ്റ്മെന്റ് നടത്തിയെന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിഷയം ചർച്ച ചെയ്യും. അവിടെ ഇ.പി. ജയരാജൻ തന്റെ നിലപാട് അറിയിക്കുകയും ചെയ്യും. നേരത്തെ ഇ.പി. ജയരാജൻ വിഷയത്തിൽ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ മുന്നോട്ട് വയ്ക്കുന്ന ഒരു വാദം ഗൂഢാലോചന നടന്നിരുന്നു, വലിയൊരു ഗൂഢാലോചന നടന്നു. പല വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ അന്ന് പൊട്ടിക്കാനായി പ്രതിപക്ഷം UDF ആയുധമായി വച്ചിരുന്നു. അതിലൊന്ന് സ്വപ്ന സുരേഷിനെ കൊണ്ട് ഈ തോമസ് ഐസക്കിനെതിരെ ഒരു പരാമർശം നടത്താൻ ശ്രമമായിരുന്നു. പക്ഷേ അത് സ്വപ്ന തിരുവനന്തപുരത്ത് വന്നെങ്കിലും ആ നീക്കം പിന്നീട് ഉപേക്ഷിക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ മകളെ അറസ്റ്റ് ചെയ്യുമെന്ന പ്രതീതി ഉണ്ടായിരുന്നു. അതും നടക്കില്ലെന്ന് ഉറപ്പായതോടുകൂടിയാണ് കരുവന്നൂർ കേസിൽ CPMന്റെ തൃശൂർ ജില്ലാ സെക്രട്ടറി അറസ്റ്റ് ചെയ്യാൻ നീക്കം നടന്നു. അവിടെയും അത് പാളിപ്പോയി. അതിനൊടുവിലാണ് തനിക്കെതിരെ ഇത്തരമൊരു ഗൂഢാലോചന നടന്നതെന്ന വാദമാണ്, ആരോപണമാണ് ഇ.പി. ജയരാജൻ മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ മാധ്യമങ്ങൾക്ക് പങ്കുണ്ടെന്നും അദ്ദേഹം ആരോപിക്കുന്നു. ഏതായാലും അത്തരം വാദമുഖങ്ങൾ തന്നെയാകും ഒരുപക്ഷെ ഇ.പി. ജയരാജൻ ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ഉന്നയിക്കുക. അതെങ്ങനെ നേതൃത്വം കാണും? കാരണം തോമസ് ഐസക് ഉൾപ്പെടെയുള്ളവർ ഇ.പി. ജയരാജനെതിരെ നേരത്തെ പരോക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാട് കൂടി വിമർശന രൂപത്തിലായതുകൊണ്ട് തന്നെയാണ് അത്തരമൊരു നിലപാടിലേക്ക് തോമസ് ഐസക് ഉൾപ്പെടെ നേതാക്കൾ പോയത്. ഏതായാലും ഇ.പി. ജയരാജൻ കൂടി പങ്കെടുക്കുന്ന സെക്രട്ടറി യോഗത്തിൽ ഏതെല്ലാം നേതാക്കൾ അത്തരമൊരു കടുത്ത നിലപാട് സ്വീകരിക്കാൻ തയ്യാറാകുമെന്ന് അറിയണം. ഏതായാലും ഇ.പി. ജയരാജന്റെ ഭാഗത്ത് ജാഗ്രത കുറവുണ്ടായി എന്ന വിലയിരുത്തൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് നടത്തിയത്. അതാണ് അതിന്റെ ഗൌരവം വർദ്ധിപ്പിക്കുന്നത്. അതേ നിലപാട് മുഖ്യമന്ത്രി ഇന്നത്തെ യോഗത്തിലും സ്വീകരിച്ചാൽ ഒരുപക്ഷെ ജയരാജനെതിരെ എന്തെങ്കിലും രൂപത്തിലുള്ള നടപടി ഉണ്ടായേക്കാം. അതിലേറ്റവും പ്രധാനം CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾക്കും ഈ വിഷയത്തിൽ മുന്നണി കൺവീനർ BJPയുടെ പ്രഭാരിയുമായി കൂടിക്കാഴ്ച നടത്തുകയും പിന്നീട് ആരോപണമായി വരുമ്പോൾ അത് പുറത്തേക്ക് വന്നതിനും അദ്ദേഹം അത് അഡ്മിറ്റ് ചെയ്തതിനും വലിയ അതൃപ്തി CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾക്കുമുണ്ട്. അതുകൂടി പരിഗണിച്ചുകൊണ്ടാകും ഒരുപക്ഷെ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ വിഷയം ചർച്ച ചെയ്യുക. ഇപ്പോൾ ഇ.പി. ജയരാജൻ അല്പസമയത്തിനകം ഈ ഡൊമസ്റ്റിക് വിമാനത്താവളത്തിന്റെ പുറത്തേക്ക് വരും. യാത്രക്കാർ അവിടെ നിന്ന് വന്നു തുടങ്ങി. ഏറ്റവും പ്രധാനം ഇ.പി. ജയരാജൻ വരികയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു സെക്രട്ടറി യോഗത്തിൽ പങ്കെടുക്കാൻ ഇടതുമുന്നണി കൺവീനർ CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം ഇ.പി. ജയരാജൻ പുറത്തേക്ക് വരികയാണ്. അദ്ദേഹം പങ്കെടുക്കില്ലാത്ത തരത്തിലുള്ള സൂചനകളൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇ.പി. പുറത്തേക്കുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. സെക്രട്ടറി യോഗത്തിൽ പങ്കെടുക്കില്ല എന്നായിരുന്നു വാർത്തയൊക്കെ വന്നുകൊണ്ടിരുന്നത്. പങ്കെടുക്കില്ല എന്ന വാർത്തയാണ് വന്നുകൊണ്ടിരുന്നത്. പങ്കെടുത്തില്ലേ? അതെ, പങ്കെടുക്കാൻ വരില്ലേ? അപ്പൊ വാർത്തയൊക്കെ തെറ്റാണ്. ആ വാർത്തക്ക് അധികം ആയുസില്ല എന്ന് മനസ്സിലായില്ലേ? ഇതില് കൺവീനർ സ്ഥാനത്ത് മാറ്റും, രാജിവെക്കും എന്നൊക്കെയാണ് ഇപ്പം പറയുന്നത്. കുറച്ചുകൂടി കാത്തിരിക്കും. അങ്ങനെ ഇ.പി. ജയരാജൻ രാജിവെച്ച് പോകാൻ പറ്റില്ല. കുറച്ച് കാത്തിരിക്കും. ഇതിലെ CPI പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയാണല്ലോ. CPM ഇക്കാര്യത്തിൽ തിരുത്തും, ഇ.പിക്ക് ഒരു ജാഗ്രത വേണ്ടിയിരുന്നു എന്ന് പറയുന്നു ബിനോയ് വിശ്വം. ഏത് പ്രശ്നത്തെക്കുറിച്ചും ആർക്കും സ്വതന്ത്രമായി അഭിപ്രായം പറയാനുള്ള അധികാരവും അവകാശമുണ്ട്. അഭിപ്രായം പറഞ്ഞോട്ടെ, അതിനെന്താ? ഈ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറുന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ടോ? ഇതെല്ലാം വളരെ നിസ്സാരമായി കാണുന്നതാണോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇതിന്റെ വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത് 3 തവണ കൂടിക്കാഴ്ച നടത്തി. ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് 3 തവണ. ആദ്യ തവണ പോകാതിരുന്നതിന്റെ തലേ ദിവസമാണ്. ഞാൻ ആ സ്ത്രീയെ നേരിട്ട് കണ്ട് ഇന്ന് വരെ സംസാരിച്ചിട്ടില്ല. 1. 2, ഞാൻ ആകെ ആ സ്ത്രീയെ ഒരു 5 മീറ്ററോ അടുത്ത് കണ്ടത് ഉമ്മൻചാണ്ടി മരിച്ചപ്പോ ആ സ്റ്റേജിലാണ്. ഞാൻ ആ സ്ത്രീയെ കാണുകയോ സംസാരിക്കുകയോ ഒരു സ്ഥലത്ത് എന്ത് കാര്യത്തിനും ഞാൻ പോയിട്ട് എന്നെ പോലുള്ള ഒരാൾ പോയിട്ട് ആ സ്ത്രീയോട് സംസാരിക്കേണ്ടത്? നിങ്ങൾ ആലോചിച്ചു എന്ത് കാര്യത്തിന്? ശോഭാ സുരേന്ദ്രൻ പറയുന്നത് എന്താ പറയുക, അവിടെ അവസാന ഘട്ടം പിറ്റേന്ന് BJPയിൽ ചേരുമെന്ന സ്ഥിതി വന്നു. ഞാൻ BJP ചേരാൻ ഒരു കോള് വന്നപ്പോ മാറി. അല്ല, ഞാൻ BJP ചേരാൻ ഈ കേരളത്തിൽ എന്റെ പൊസിഷൻ നോക്ക്. ആരെങ്കിലും പോയിട്ട് ആ BJP ചെയ്തു? ഒരല്പം ബുദ്ധിയുള്ള ആളുകൾ ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുമോ? ഇവരെ പോലെ അല്പബുദ്ധികൾ ചിന്തിക്കാന്നല്ലാതെ. ഈ ശോഭാ സുരേന്ദ്രൻ ഞാൻ ഈ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുപ്രവർത്തകരല്ലേ. ഞാൻ പോയിട്ട് BJP ചേരുവോ കേരളത്തിൽ? അയ്യയ്യ, വൃത്തികെട്ട ഇങ്ങനെ കാര്യങ്ങൾ. നിങ്ങൾക്ക് തന്നെ ഈ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി പറഞ്ഞുകൂടെ? ഞാൻ പറയാൻ നിൽക്കണോ? ഈ ശോഭാ സുരേന്ദ്രൻ BJP വിട്ട് CPMലേക്ക് വരുമെന്നിടയ്ക്ക് വാർത്തകളുണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ആ നീക്കത്തിന്? പക്ഷെ ഞാൻ ആ സ്ത്രീയെ എനിക്ക് ആ സ്ത്രീയെ ഇഷ്ടമല്ല. ഇത് പണ്ടേ തന്നെ അവരുടെ പ്രസംഗമൊക്കെ വളരെ ഓക്കൂടാണ്. ഞാൻ അവരുമായി കാണുകയോ സംസാരിക്കുകയോ എവിടെയെങ്കിലും വെച്ച് പരോക്ഷമായി ഒരു സ്ഥലത്ത് വെച്ച് ഫോണിൽ പോലും ഞാൻ ആ സ്ത്രീയോട് ഇന്നുവരെ സംസാരിച്ചിട്ടില്ല. പിന്നെന്തിനാണ് ഇ.പി.യെ തന്നെ അവരിങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നു അതിന്റെ എന്തോ ഒരു ആസൂത്രിതമായിട്ടുള്ളൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇത് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് നിങ്ങളോട് പറയാം, നിങ്ങൾ മാധ്യമപ്രവർത്തകരല്ലേ, നിങ്ങൾ ആ സ്ത്രീ പറയുന്ന ഓരോ കാര്യത്തെക്കുറിച്ചും നിഷ്പക്ഷമായി പോയി അന്വേഷിച്ചിട്ട് വരും. ഈ 1 വർഷം മുമ്പ് നടന്ന കൂടിക്കാഴ്ചയാണ് ജാവദേക്കറുമായിട്ടുള്ളത്. പക്ഷെ അന്നത് പാർട്ടി അറിയിച്ചെങ്കിൽ ഇത്ര പ്രശ്നം ഉണ്ടാവും. എന്നെ വന്ന് കാണുന്ന ആളുകൾ മുഴുവൻ
ഒരാൾ എന്നെ വന്ന് കാണുന്നത് പാർട്ടി റിപ്പോർട്ട് ചെയ്യേണ്ട പ്രശ്നം എന്താണ്? വല്ല രാഷ്ട്രീയ ഡിസ്കഷനോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഒരാൾ എന്നെ വന്ന് കാണുന്നു. ഞാനിപ്പോൾ നിങ്ങൾ ഇവിടെ വന്ന് എന്നെ കണ്ടു, ഞാൻ പോയി പാർട്ടിയോട് പറയണം. ആരെല്ലാം നമ്മുടെ പാർട്ടി നേതാക്കന്മാർ ഞങ്ങളെ പലരും വരും, കാണും. അങ്ങനെ കണ്ട് പരിചയപ്പെടുന്നതൊക്കെ പോയി പാർട്ടി റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ടോ? അത് പാർട്ടിയെക്കുറിച്ചോ ഈ പൊതുകാര്യത്തെക്കുറിച്ചോ അറിയാത്ത ചിലരുടെ പ്രതികരണങ്ങൾ മാത്രമാണത്. ഈ ഘടകകക്ഷികളുടെ അതൃപ്തി എങ്ങനെയാ കാണുന്ന കൺവീനർ? ഞാൻ എന്റെ മൂലം ഇതുവരെ അങ്ങനെ ഒരു അതൃപ്തിയും ആരും ഇതുവരെ പ്രകടിപ്പിച്ചിട്ടില്ല. പിന്നെ എന്താണെന്ന് അറിഞ്ഞുകൂടാ. സെക്രട്ടേറിയറ്റ് വിഷയം ചർച്ച ചെയ്താൽ നിലപാട് പറയൂല സ്വാഭാവികം. അല്ലത് ഞങ്ങൾ ഈ രാജ്യത്തിലെ എല്ലാ രാഷ്ട്രീയ കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന പാർട്ടിയാണ്. ഞങ്ങൾ ചർച്ച ചെയ്യും, നിലപാട് സ്വീകരിക്കും. ഇത് എനിക്ക് നിങ്ങൾ പറയുന്നത് എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഈ നടപടി ചർച്ച എന്താണെന്ന് മനസ്സിലായിട്ടില്ല. എന്നെ കാണാൻ ഒരു മുൻ മന്ത്രിയായിട്ടുള്ള ഒരാൾ വരുന്നു, കേന്ദ്രമന്ത്രിയായിട്ടുള്ള, പരിചയപ്പെടാനാണെന്ന് പറയുന്നു, പരിചയപ്പെടുന്നു, പിരിയുന്നു. പിന്നെ ഞാനെന്ത് പറയാനാ? അതിനെന്താ നിങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പുകമുറയല്ലേ? അല്ല, അസാധാരണമായി മുഖ്യമന്ത്രി തന്നെ ഒരു പരസ്യ ശാസനയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ലേ? അതിനെ സംബന്ധിച്ചിട്ടല്ല. അതിൽ നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത്, നിങ്ങൾ ചോദിക്കേണ്ട ഒരു ചോദ്യം, ഈ ദല്ലാൾ എന്തിനാണ് ഇദ്ദേഹത്തെയും കൂട്ടി എന്റെ അടുത്ത് വന്നത്? ദല്ലാളും അദ്ദേഹവും കേന്ദ്രമന്ത്രിയായിട്ടുള്ള BJP നേതാവുമായിട്ടുള്ള ബന്ധമല്ലേ അന്വേഷിക്കേണ്ടത്? ഒരേ കാറിലാണ് ഒരേ കാറിൽ വന്നു എന്നൊക്കെ പറയുന്നത് അതെനിക്ക് ഞാൻ കണ്ടിട്ടുള്ളതല്ല. ഇവിടെ നിന്ന് എയർപോർട്ടിൽ പോകുന്ന വിഷയം അല്ല, എനിക്കതറിയില്ല. ഈ ദല്ലാളുമായി ഒരു അമിത സൗഹൃദം വന്നത് ഇപ്പോൾ ഖേദിക്കുന്നുണ്ടായത്? എനിക്ക് അങ്ങനെ ഒരു അമിത ബന്ധങ്ങളേ ഇല്ല. ഞാനിങ്ങനെ പലരും ഈ ട്രെയിനിൽ കാണും, പോകും, ബന്ധപ്പെടും, പറയും, സംസാരിക്കുന്നതൊക്കെ കവിഞ്ഞ് വേറെ ഒരു അമിത ബന്ധങ്ങളോ അത്തരത്തിലുള്ള യാതൊരു, കാരണം ഞാൻ എല്ലാ കാര്യങ്ങളിലും എപ്പോഴും കുറച്ചുകൂടി ശ്രദ്ധിക്കുന്ന ഒരാളാണ്. കാരണം പലരുടെയും സൗഹൃദമുള്ള ഒരാളാണ്. അതുകൊണ്ട് ആരെങ്കിലും ദുരുപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളത് ഞാൻ ജാഗ്രതയോടുകൂടി കാണും. BJP വലയമായിട്ട് എല്ലാ നേതാക്കളുടെയും പിന്നിൽ ഉണ്ടെന്ന് നേരത്തെ തന്നെ വാർത്തയുണ്ട്. ആ വലയമായിട്ട് EP ജയരാജൻ മുന്നിൽ എങ്ങനെ ധൈര്യം ഉണ്ടായി അവർക്ക്? അതാണ് ഞാൻ സംശയിക്കുന്നത്. എങ്ങനെ ഉണ്ടായി? ഈ കേരളത്തിൽ ഈ BJP ദുർബലപ്പെടുകയാണ്. ദേശീയ അടിസ്ഥാനത്തിൽ BJP ദുർബലപ്പെടുകയാണ്. ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഇത് വ്യക്തമാകും. വടക്കേന്ത്യ സംസ്ഥാനങ്ങളിലൊന്നും അവർക്ക് ഒരു തരത്തിലും രക്ഷപ്പെടാൻ കഴിയുന്ന സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. TG നന്ദകുമാർ ഫ്രോഡാണെന്ന് അങ്ങ് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് അഭിമുഖം കൊടുത്തിരുന്നല്ലോ, അത് തിരിച്ചറിയാൻ വൈകിപ്പോയിരുന്നു? അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, പലരുമായിട്ടും എനിക്ക് ബന്ധവും പരിചയമുണ്ട്. നല്ലവരായിട്ടുണ്ട്. ഇങ്ങനെയുള്ള ചിലരുമായിട്ടും അവർ വന്ന് പരിചയപ്പെടും. ഞാൻ പിന്നെ അവരെ നിങ്ങൾ ഫ്രോഡാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടാറില്ല ഒരാളെയും. ഓരോരുത്തർ വരുമ്പോഴും അവരുടെ കാര്യം, അവരുടെ സംസാരത്തിൽ അപ്പോൾ എനിക്ക് മനസ്സിലാവും. ഞാൻ അതിനനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോകും. ആവർത്തിച്ച് താങ്കളുടെ പേര് തന്നെ പറയുകയാണ് പല സ്ഥലത്തും. ഞാൻ പറഞ്ഞ അവർക്ക് എന്തോ ഒരു അസൗകര്യമുണ്ട്, എന്തോ ഒരു. അല്ല, ഞാൻ ഇന്ന് വരെ ആ ഹോട്ടലിൽ പോയിട്ടില്ല. ഞാൻ അതാ പറയുന്നത്, ഞാൻ ഇന്ന് വരെ ആ ഹോട്ടലിൽ പോയിട്ടില്ല. ഞാൻ 2 കൊല്ലമായി ഡൽഹി പോയിട്ട് ആകെ ഒരു പ്രാവശ്യമാണ് പോയത്. അത് ഞാൻ നേരത്തെ നിങ്ങളുടെ പത്രക്കാരോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുക, നിങ്ങൾ പത്രക്കാരെ, അത് രണ്ടാമത്തത്, നിങ്ങൾ പത്രക്കാരെ ആ സ്ത്രീ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്ന് നിങ്ങൾ പോയി അന്വേഷിച്ചിട്ട് പറയും. ഇല്ലെങ്കിൽ പരസ്യമായ ആ സ്ത്രീയെ ശാസിക്കും. അതിന് നിങ്ങൾ തന്റെ അടുത്ത് കാണിക്കുക. നിങ്ങളിങ്ങനെ ഒരാളെ വന്ന് ഇങ്ങനെ വിളിച്ച് വായിക്കു തോന്നി വിളിച്ചു പറയുമ്പോൾ നിങ്ങളെപ്പോലുള്ള പത്രങ്ങൾ കൊടുക്കുന്നതുകൊണ്ടാണ് ഇവർക്ക്, ഈ ചാനലിലൊക്കെ വരുന്നതുകൊണ്ടാണ് അവർക്കൊക്കെ ഇങ്ങനെ എന്തും പറയാനുള്ള ഒരു അവസ്ഥ വരുന്നത്. അത് ഞാൻ നിയമപരമായിട്ട് ആലോചിക്കും, തീർച്ചയായും. ഇതിപ്പോ അവസാനമായി ഇന്ന് ഒരുപാട് മാസത്തിന് ശേഷം ഫ്ലൈറ്റിൽ കയറാണല്ലോ? അല്ല, ഞാൻ പിന്നെ ഫ്ലൈറ്റിൽ കയറലുണ്ട്. ഇത് എയർ ഇന്ത്യയാണ്. ഞാൻ ഇൻഡിഗോയിൽ കയറാറില്ല. പിന്നെ ഞാൻ കയറിയിട്ടുമില്ല. ഇനി കയറിയില്ല. അവരുടെ തെറ്റ് തിരുത്തി അവർക്ക് പറ്റിയ പെശക് അവർ അഡ്മിറ്റ് ചെയ്തൊക്കെ വരും. അശ്വതി, EP ജയരാജനാണ് നിലപാട് പറഞ്ഞത്. ശോഭാ സുരേന്ദ്രൻ എല്ലാ ആരോപണങ്ങളെയും അദ്ദേഹം തള്ളിക്കളയുകയാണ്. ഇത്തരത്തിൽ തള്ളിക്കളയില്ല, അങ്ങനെ പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതൊരു സ്ത്രീ ഞാനിപ്പോ യഥാർത്ഥത്തിൽ വേറെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബദ്ധമായി പോവില്ലേ? എന്തും പറയല്ലേ? ഇങ്ങനെയുണ്ട്. ഇതാണോ BJPയുടെ രാഷ്ട്രീയ നേതൃത്വം? അവര് പറയട്ടെ. ഇനി ഇതാണോ അവരുടെ നിലപാട്? അവരെ പരിശോധിച്ച് പറയട്ടെ. അതാണ് VV അരുണാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അരുൺ, എല്ലാ ചോദ്യങ്ങൾക്കും EPക്ക് മറുപടിയുണ്ട്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്നതിനായി EP ജയരാജൻ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ്. ബുദ്ധിയുള്ളവർ BJPയിൽ ചേരുമോ എന്ന ചോദ്യമാണ് EP ജയരാജൻ ഉയർത്തിയിരിക്കുന്നത്. കൂടുതൽ പ്രതികരണം നമുക്ക് ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ദല്ലാളുമായി അമിത സൗഹൃദം ഉണ്ടായിരുന്നു എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ദല്ലാളുമായി അമിത സൗഹൃദം
ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. പലരും തന്നെ കാണാൻ വന്നിട്ടുണ്ട്, അത്തരത്തിലൊരാൾ എന്ന രീതിയിൽ മാത്രമാണ് പ്രതികരിച്ചത് EP. വിവാദ കൂടിക്കാഴ്ചയിൽ പ്രതികരിക്കുകയായിരുന്നു EP ജയരാജൻ. ശോഭയെ കണ്ടിട്ടില്ല, അവരെ തനിക്ക് ഇഷ്ടമല്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് EP ജയരാജൻ. അത്തരത്തിലുള്ള അവരുടെ പ്രസ്താവനകൾ തനിക്ക് പണ്ടേ ഇഷ്ടമല്ല, 5 മീറ്റർ അകലെ നിന്ന് മാത്രമാണ് അവരെ കണ്ടിട്ടുള്ളത്. അവർ പറയുന്ന ഹോട്ടലിൽ ഇതുവരെ പോയിട്ടില്ല. ഇപ്പോൾ നമുക്കൊപ്പം EP ജയരാജൻ ചേരുകയാണ്. അരുൺ, സംസാരിക്കാം അദ്ദേഹത്തോട്. അശ്വതി, EP ജയരാജൻ വലിയ വിവാദങ്ങളിൽപ്പെട്ട് അദ്ദേഹത്തിന് വലിയ വിമർശനങ്ങൾ വരുന്ന ഘട്ടമാണ്. അദ്ദേഹം നിലപാട് വ്യക്തമാക്കുന്നു. ശോഭാ സുരേന്ദ്രൻ എന്ന നേതാവ്, BJP നേതാവ്, അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല, ഒരു തവണ പോലും അവരെ കണ്ടിട്ടില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് EP ജയരാജൻ ടാർഗറ്റ് ചെയ്യപ്പെടുന്നത്? എനിക്ക് ഒരു ആസൂത്രിതമായ ഒരു ഗൂഢാലോചന ഇതിന്റെ പിന്നിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തും പറയാൻ പഠിക്കാത്തൊരു സ്ത്രീയെ ഉപയോഗിച്ചുകൊണ്ടായി നടത്തുന്നത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവർ പറഞ്ഞിട്ടുള്ള സ്ത്രീ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മാധ്യമക്കാർ സ്വതന്ത്രമായി അന്വേഷിച്ചിട്ട് പറയും. ഞാനിപ്പോൾ ഡൽഹി പോയൊരു കാലത്രേ, ഞാൻ ആകെ 2 വർഷത്തിനുള്ളിൽ ഡൽഹിയിൽ പോയത് ആകെ ഒരു പ്രാവശ്യം നമ്മുടെ സമരത്തിന്റെ കാര്യത്തിൽ. എനിക്ക് പറയുന്ന ഞാനിന്നിപ്പോൾ മാതൃഭൂമിയിൽ ആ വാർത്ത വായിച്ചു. എന്ത് ഡൽഹിയിൽ ഏത് ഹോട്ടലിലാണ് പോയി? ഞാൻ പോയാൽ അവിടെ താമസിക്കുന്ന കേരള ഹൗസിൽ മാത്രമാണ്. ഇതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിലെല്ലാം മനസ്സിലാകുന്നില്ലേ? ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയുന്നതല്ലേ? എന്തെങ്കിലും വിളിച്ചു പറയുക, അത് കൊടുക്കാൻ കുറച്ച് മാധ്യമങ്ങൾ, അതുകൊണ്ടല്ലേ ഇതിങ്ങനെ വരുന്നത്. എന്തും വിളിച്ചു പറയുന്നത് കൊടുക്കുന്നൊരു രംഗം മാറാൻ പാടുണ്ടോ മാധ്യമരംഗം? തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇത്തരമൊരു ആരോപണവും ആ 2 ദിവസത്തിനുള്ളിലാണ് വരുന്നത്. അതിലെന്തെങ്കിലും വേറെന്തെങ്കിലും ആസൂത്രിതമായിട്ടുള്ളൊരു ഗൂഢാലോചന നടക്കുന്നുണ്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. എന്ന് മാത്രമല്ല, അതിലൊരു പ്ലാനിംഗ് ഉണ്ട്. എന്നെപ്പോലെയുള്ള ഒരാൾ BJP പോകാൻ ആർക്കത് വിശ്വസിക്കാൻ കഴിയുക? പിന്നെ ഞാൻ ഈ ശോഭാ സുരേന്ദ്രന്റെ എടുക്കുക, ഞാൻ പോകാനോ? എന്ത് കണക്കാക്കിയിട്ടാ പറയുന്നത്? ശോഭാ സുരേന്ദ്രൻ BJPയുടെ ഒരു വിമതപക്ഷത്തേക്ക് നേതാവ് കൂടിയാണ്. കഴിഞ്ഞ നേരത്തെയൊക്കെ സുരേന്ദ്രനുമായി ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അവര് BJP തന്നെ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഞാൻ കാണാൻ പോകുന്നൊരു നേതാവ്, പരിഹാസം എനിക്ക് തോന്നുന്നത്. ആ സ്ത്രീക്ക് എന്താ പറ്റിയത്? ഈ ശോഭാ സുരേന്ദ്രൻ ഇടയ്ക്ക് CPM-ലേക്ക് വരും, അവിടെ BJPയിൽ അവർക്ക് വലിയ അവഗണനയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. അതിലെന്തെങ്കിലും ഇടപെടൽ EP നടക്കും? കാരണം ഇത്ര പല ഓപ്പറേഷനിൽ EP ഉണ്ടാവാറുണ്ട്, അതുകൊണ്ട് ചോദിക്കുകയാണ്. ഞാൻ ഇത്തരം ആ കാര്യത്തിലൊന്നും ഞാൻ ഇടപെട്ടിട്ടില്ല. ഇങ്ങനെ ഒരു വാർത്ത ഞാൻ കേട്ടിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ എനിക്ക് ഈ സ്ത്രീയെ അറിയാവുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ അത്തരം കാര്യങ്ങളിലേ ഇടപെടാറില്ല. ശരിയായ നിലയിൽ രാഷ്ട്രീയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക, പോവുക എന്നുള്ളതല്ലാതെ ഞാൻ അത്തരം കാര്യങ്ങൾ ഇടപെടുന്ന ശീലം എനിക്കില്ല, ഇടപെടാറുമില്ല. ഈ മുഖ്യമന്ത്രിയായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധമുള്ള ആളാണ് അങ്ങ്. ഇങ്ങനെ ഒരു ഗൂഢാലോചന നടന്ന് അങ്ങയുടെ ഫ്ളാറ്റിലേക്ക് ഇത്തരം ഒരാൾ വരുമ്പോൾ, അങ്ങയുടെ മകന്റെ ഫ്ളാറ്റിലേക്ക്, അതൊന്ന് മുഖ്യമന്ത്രിയെങ്കിലും അറിയിക്കണ്ടായിരുന്നു? അല്ല, ഞാൻ പറയുന്നത് ആരൊക്കെ വരുന്നുണ്ട് മുഖ്യമന്ത്രിനെ അറിയിക്കേണ്ട എന്താ വിഷയമുള്ളത്? ഒരാള് വഴിപോകുന്ന അവസരത്തിൽ എന്നെ പരിചയപ്പെടാൻ വേണ്ടി വരുന്നു. ഞാനിവിടെ കേരളത്തിൽ അവരുടെ BJPയുടെ ഒരു ഇതായിട്ടെന്തോ പ്രത്യേക ചുമതലക്കാരനായി പ്രവർത്തിക്കുന്നു. എല്ലാ രാഷ്ട്രീയക്കാരുമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുമായിട്ട് ഇതുവരെ പരിചയപ്പെടാൻ പറ്റിയില്ല. അതുകൊണ്ട് പരിചയപ്പെടുന്ന വേണ്ടി മാത്രം ഇങ്ങനെ ഒരാൾ പറഞ്ഞാൽ ഞാൻ എന്താ പറയേണ്ടത്? എന്നെ പരിചയപ്പെടാൻ വന്നിരിക്കുന്നു എന്ന് മുഖ്യമന്ത്രിയോട് പറയേണ്ട കാര്യം എന്താ ഉള്ളത്? മറ്റാരോടും പറയേണ്ട കാര്യം എന്താ? ഞാനത് പലരും കാണാൻ വരുന്ന കൂട്ടത്തിൽ ഒരാൾ കാണാൻ വന്നു, പരിചയപ്പെട്ടു, പോയി, അത്ര തന്നെ, അത് തീർന്നു. പിന്നെ വേറെന്താ ഉണ്ടായത്? ഇതിനുശേഷം മുഖ്യമന്ത്രിയോട് സംസാരിച്ചിരുന്നു ഈ വാർത്തയൊക്കെ പുറത്തു വന്നതിന് ശേഷം? അല്ല, ഞാൻ മുഖ്യമന്ത്രിയായിട്ട് ആവശ്യത്തിന് സംസാരിക്കാറുണ്ട്, കാണാറുണ്ട്. പക്ഷെ ഇത്തരത്തിലൊരു ആസൂത്രിതമായ ഒരു ഗൂഢാലോചന എത്ര ഇതായിട്ടാണ് ചെയ്തിരിക്കുന്നത്? ഇത് സംബന്ധിച്ച് എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ള നിയമപരമായ കാര്യങ്ങളും പിന്നെ ഇത് സംബന്ധിച്ച പരാതികളും ഞാൻ കൊടുക്കുന്നുണ്ട്. അത് നിയമവിദഗ്ധന്മാരുമായിട്ട് ആലോചിച്ചിട്ട് ചെയ്യും. അന്വേഷണം ആവശ്യപ്പെടും സർക്കാരിനോടും? തീർച്ചയായും. കാരണം ഇത് ഒന്നുമില്ലാത്തൊരു കാര്യം വിളിച്ചു പറഞ്ഞ് പിന്നെ പറയില്ലേ. ഞാനുമായിട്ട് ഇന്ന് വരെ സംസാരിച്ചിട്ടില്ലാത്തൊരു സ്ത്രീ വന്നിട്ട് ഇങ്ങനെ ഞാനുമായി സംസാരിച്ചിരിക്കുന്നു, 3 വട്ടം സംസാരിച്ചിരിക്കുന്നു ഡൽഹിയിലെ ഹോട്ടൽ. ഞാനെന്ത് ഡൽഹിയിലെ ഹോട്ടലിൽ പോകുന്നു? എന്തെങ്കിലും അതിലുണ്ടോ എന്നുള്ളത് നിങ്ങൾ മാധ്യമക്കാർ പരിശോധിച്ചോ? ഞാൻ പറയുന്നത്, നിങ്ങൾ മാധ്യമക്കാർ 2-3 ആളെ ചുമതലപ്പെടുത്തി ആ സ്ത്രീയെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ ആ സ്ത്രീയെ ഈ കാര്യത്തിൽ വെല്ലുവിളിക്കുകയാണല്ലോ. ഇപ്പോൾ വെല്ലുവിളിക്കുന്നത് ഞാൻ ഉപയോഗിക്കുന്നില്ല, അതിനൊന്നും ആ സ്ത്രീ ഇല്ല. അതുകൊണ്ട് അതിലൊക്കെ ഞാൻ പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യം പരിശോധിക്കും. മകന്റെ പേരുമൊക്കെ ഇതിനകത്ത് ഇടയ്ക്ക് വന്നു പോകുന്നുണ്ട് ശോഭാ സുരേന്ദ്രന്റെ ആരോപണത്തിൽ. അതും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ പിന്നെ കൊച്ചിയിലൊരു ഹോട്ടലിൽ ഒരു കല്യാണത്തിന് എന്റെ മകൻ പോയി. അപ്പൊ അവനവിടെ കല്യാണത്തിന് പോയപ്പോൾ
ഈ ഞാൻ അവരോട് ചോദിച്ചു എന്താന്ന്. അപ്പൊ അവൻ പറയുന്നത് എനിക്ക് പരിചയമൊന്നുമില്ല, ഈ സ്ത്രീ വന്നിട്ട് ജയരാജന്റെ മകനാണല്ലേ എന്ന് പറഞ്ഞു. അതേന്ന് പറഞ്ഞു. ഓ ശരി, അങ്ങനെ 2-3 വർത്താനെന്തോ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഫോൺ നമ്പർ തരുമെന്ന് നമ്പർ കൊടുത്തു. ആ നമ്പർ കൊടുത്തതിന് ശേഷം ആ സ്ത്രീ അവര് ഇവനോട് വിളിക്കാൻ വേണ്ടിയിട്ട് മെസ്സേജ് കൊടുത്തു. ഇവൻ വിളിച്ചിട്ടില്ല. പിന്നെ ഈ സ്ത്രീയുടെ കുറെ പടം ഇങ്ങോട്ട് അയക്കും. അപ്പൊ അത് കണ്ടപ്പോൾ ഇവന് തോന്നി ആ സ്ത്രീ ശരിയില്ല. പിന്നെ ഓൻ അതങ്ങ് ബ്ലോക്ക് ചെയ്തു. ഓൻ വിളിക്കാറുമില്ല, ഓനെ വിളിക്കാറില്ല. അല്ല, ഓൻ അങ്ങോട്ട് ഒരു കോള് പോലും അങ്ങോട്ട് വിളിച്ചിട്ടില്ല. ഈ കുടുംബത്തോടെയാണ് ഇപ്പം ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് തോന്നുന്നു. അതെ, ഇതെല്ലാം എന്താ വെച്ചാൽ എന്തോ ഒരു താല്പര്യങ്ങൾ അതിന്റെ പിന്നിലുണ്ട്. അത് പൂർണ്ണമായി അന്വേഷിക്കേണ്ട കാര്യമാണ്. നേരത്തെ രാജീവ് ചന്ദ്രശേഖറുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞു, റിസോർട്ടിന്റെ കാര്യമൊക്കെ പറഞ്ഞു. ഇപ്പോൾ അടുത്തൊരു BJP നേതാവാണ് ഇതിലൊരു കാര്യത്തിൽ വരുന്നത്. രാജീവ് ചന്ദ്രശേഖരനെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അയാള് ഇതുവരെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഒരാളാണ്. നമ്മൾ നെറ്റിൽ നോക്കിയാൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാവില്ലേ. ഇന്ന് ഇന്റർനെറ്റ് സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ട് കമ്പനി ആക്ട് അനുസരിച്ച് ഇത് മുഴുവൻ നെറ്റിലില്ലേ. ആരാണ് കമ്പനിയുടെ ആള്, ആരാണ് ഇതിന്റെ ഉടമകൾ, എല്ലാം മനസ്സിലാവില്ലേ. അവിടെ ഞാൻ മുൻകൈയെടുത്ത് എന്റെ ഉപദേശ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കുറെ ആളുകൾ ചേർന്നുകൊണ്ട് ഒരു കമ്പനി ഉണ്ടാക്കി അത് റൺ ചെയ്തു പോകുന്നു. അവർ ചികിത്സാ രംഗത്ത് സംവിധാനം ആരംഭിക്കുന്നു. അവർ 2-3 കമ്പനിയുമായി ചേർന്ന് ചികിത്സ നടപ്പിലാക്കിയെങ്കിൽ അതിലൊന്നും അവർക്ക് വേണ്ടത്ര മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. അങ്ങനെ വന്നപ്പോഴാണ് ഒരു പ്രൊഫഷണലായിട്ടുള്ള നിരാമയക്കാരുമായിട്ട് അവർ ബന്ധപ്പെടുന്നത്. അവരുമായിട്ട് ഇവർ 2 കൊല്ലം മുമ്പാണ്, ഇപ്പോഴൊന്നുമല്ല അത്, അവർ 2-3 കൊല്ലം മുമ്പാണ് അത് അതിന്റെ സ്റ്റാർട്ടിംഗ് ടൈം തന്നെയാണ് ചർച്ച ചെയ്ത് അവരുമായി ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി അതിന്റെ ചികിത്സ ഇവരെ ഏൽപ്പിച്ചിരിക്കുന്നു. അതാണ് അതിലുണ്ടായിട്ടുള്ളത്. അതിലെന്ത് രാജീവ് ചന്ദ്രശേഖരൻ, അത് ആ കമ്പനിയിൽ അദ്ദേഹത്തിന് ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോൾ പലരോട് ചോദിച്ചു, നിങ്ങൾ നെറ്റിൽ നോക്കിയാൽ മനസ്സിലാവില്ലേ. പക്ഷെ എന്തും പറയുക, പ്രചരിപ്പിക്കുക, അതിനു വേണ്ടിയിട്ടുള്ള പശ്ചാത്തലം ഒരുക്കുക, എന്നിട്ട് എല്ലാം കൂടി ഇങ്ങനെ ക്ലബ് ചെയ്ത അടിസ്ഥാനരഹിതമായി പ്രശ്നങ്ങൾ അവതരിപ്പിക്കുക. ഇതൊക്കെ ഞാൻ പറയുന്നത് നിങ്ങൾ മാധ്യമക്കാര് ശ്രദ്ധിച്ചാൽ ഇത് മിനിറ്റ് കൊണ്ട് അവസാനിക്കും. നിങ്ങൾ ആരും ഇത്തരത്തിലുള്ള ഫ്രോഡ് വാർത്തകൾ കൊടുക്കില്ല എന്ന് വന്നാൽ ഇവരാർക്കും ഇങ്ങോട്ട് രംഗത്ത് വരാൻ കഴിയില്ല. എത്ര വിവാദങ്ങളായി EP ആയിട്ട് ബന്ധപ്പെട്ട് അവിടെയൊക്കെ ഒരു ജാഗ്രതക്കുറവുണ്ടായിട്ട് സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലൊക്കെ എല്ലാവരുമായിട്ടും വളരെ അടുത്ത ബന്ധം ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ആളാണ്. അപ്പൊ അതിലെന്തെങ്കിലും കുറച്ചുകൂടി ജാഗ്രത വേണ്ട ഇനിയെങ്കിലും? ഈ ജാഗ്രത എന്ന് പറഞ്ഞാൽ ഞാൻ പല കാര്യങ്ങളും നല്ല റിസർവ്ഡായിട്ട് തന്നെയാണ് കാര്യങ്ങൾ നോക്കുന്നത്. അങ്ങനെ ആർക്കെങ്കിലും വന്ന് എന്നെ മിസ്ഗൈഡ് ചെയ്ത് കൊണ്ടുപോകാനൊന്നും ആർക്കും സാധിക്കില്ല. അതിലെല്ലാം ഞാൻ ജാഗ്രതപ്പെടുന്നുണ്ട്. സ്വാഭാവികമായിട്ടുള്ള ചില എന്തെങ്കിലും ദൗർബല്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് ഇനിയും ചൂണ്ടിക്കാണിച്ചാൽ പരിശോധിക്കാം. ചിലടത്തൊരു നോ പറയാനൊരു മടിയുണ്ട്. എന്ത് പറഞ്ഞത് എനിക്കെന്താ നോ പറയുന്നതിന് എനിക്കെന്താ മടി? എനിക്കതിൽ ഒരു കാര്യങ്ങളിൽ എനിക്ക് ഭയപ്പെടേണ്ട പ്രശ്നമില്ല. അതുകൊണ്ടാണ് ഇനിയെങ്കിലും അത്തരം കുറച്ചുകൂടിയൊക്കെ ഒന്ന് സൂക്ഷ്മത വേണ്ടേ? കാരണം തങ്ങേപോലെ ഇത്ര മുതിർന്ന നേതാവാണ്. ഈ ഒരു കൂട്ടം ആളുകൾ സംഘടിതമായി ആക്രമിക്കാൻ പുറപ്പെട്ടാൽ ആ ആക്രമണം പല രംഗങ്ങളിലും പല വിധത്തിൽ രൂപപ്പെട്ടു വരുമ്പോൾ കുറെ കൂടി ജാഗ്രത വേണം, കുറെ കൂടി ശ്രദ്ധ വേണ്ടതുണ്ടെന്നാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന പാഠം. ഈ ആരോപണം വന്നതല്ല, കാരണം ആരോപണം പലർക്കെതിരെയും ഇത്തരം ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നന്ദകുമാറിന്റെ ആരോപണത്തിനൊക്കെ അത്ര വിലയോ ഒരുപക്ഷെ പൊതുസമൂഹം കൊടുക്കുകയുള്ളൂ. പക്ഷേ അങ്ങ് കണ്ടു എന്ന് പറഞ്ഞതാണ് ശരിക്കും കേരളത്തെ ഞെട്ടിച്ചത്. പാർട്ടി പ്രവർത്തകർക്കും ഒക്കെ അതിൽ വലിയ ആശങ്കയുണ്ട്. EP ജയരാജനെ പോലെ നേതാവ് ഇങ്ങനെ പോകുമോ എന്ന ആശങ്ക. അവരോട് എന്താണ് പറയാനുള്ളത്? ആശങ്ക എന്ന് വെച്ചാൽ അത് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്താ, ജയരാജൻ BJP ഞാൻ BJP പോകാൻ ഇങ്ങനൊരു വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ സഹാക്കളിൽ ഉത്കണ്ഠ ഉണ്ടാവില്ലേ? അതല്ലേ കൊടുത്തത്. ഇങ്ങനെ അദ്ദേഹം പോകുമ്പോൾ യാഥാർത്ഥ്യമാണോ കൊടുത്തത്? യാഥാർത്ഥ്യമായി കൊടുത്തില്ലെങ്കിൽ ആർക്കെങ്കിലും ഉണ്ടാവുമോ? അങ്ങനെ ആരെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു തെറ്റായിട്ടുള്ള വാർത്ത പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല തയ്യാറെടുപ്പ് നടത്തി. ആ തയ്യാറെടുപ്പ് നടത്തിയിട്ട് ഒരു വാർത്ത ഉണ്ടാക്കി. കുറെ മാധ്യമങ്ങൾ ചേർന്നുകൊണ്ട് തന്നെയാണ് വാർത്ത ക്രിയേറ്റ് ചെയ്തത്. അവർക്കൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യം അവർ നേടിയെടുക്കാൻ വേണ്ടി വാർത്ത കൊടുത്തു. അപ്പോഴുണ്ടായിട്ടുള്ള പ്രശ്നമാണ്. ഈ സഖാക്കൾക്ക് ആശങ്കയുണ്ടെന്ന് അങ്ങേക്കും അറിയാം. ഈ ആശങ്ക മാറാൻ EP ജയരാജൻ അവർക്ക് അത്രയധികം വേണ്ടപ്പെട്ട നേതാവാണ്. ഒരു ധീരനായ നേതാവായിട്ട് അങ്ങേ കണ്ണൂരുകാർ ഉൾപ്പെടെ നേതാക്കൾ കാണുന്നത്, പ്രവർത്തകർ കാണുന്നത്. അവരുടെ ആശങ്ക മാറ്റാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? ആശങ്ക അവർക്ക് ഇപ്പോൾ തന്നെ ഏതാണ്ട് ആശങ്കയില്ലമാർ ഇതിനെ തട്ടിപ്പും എന്റെ വ്യക്തിപരമായി ആക്രമിക്കാനും വേണ്ടിയിട്ടുള്ള സംഘടിതമായ നീക്കമാണ് നടക്കുന്നത് എന്നുള്ളത് പാർട്ടി സഖാക്കൾക്കൊക്കെ ഇപ്പോൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. 2 ദിവസം കഴിയുമ്പോൾ കൂടുതൽ അത് ബോധ്യപ്പെടും. ഈ വോട്ടെടുപ്പ് ദിവസമാണ് ഇങ്ങനെ ഒരു അങ്ങ് സമ്മതിച്ചത്, ഇങ്ങനെ കണ്ടിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ അത് വോട്ടെടുപ്പിനെ ബാധിക്കുന്ന തരത്തിൽ വലിയ പ്രചരണമുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഈ ഇലക്ഷനെ ബാധിച്ചിട്ടുണ്ടാകും? അതും ഇത്തരത്തിലുള്ള ഒരു ആസൂത്രിത പ്രചരണത്തിന്റെ ഭാഗമായി പ്രചരിപ്പിക്കുന്ന കാര്യമാണ്. അതിലെല്ലാം ഒരു കേന്ദ്രമുണ്ടെന്ന് എനിക്കറിയാം. അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാനിംഗ് പദ്ധതിയാണിത്.
ഒരു നിസ്സാരമായി വന്ന് പറയുന്നില്ല, ഒരു പ്ലാനിംഗ് ആണത്. അത് വളരെ ആസൂത്രിതമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ തലേന്നാണല്ലോ ഈ വാർത്ത മുഴുവൻ നിങ്ങളുടെ മാധ്യമങ്ങളിൽ വന്നത്. തലേന്നാണല്ലോ നിങ്ങൾ വലിയ തോതിൽ പ്രചരിപ്പിച്ചത്. എന്തുകൊണ്ട് ജയരാജൻ നിഷേധിച്ചില്ല എന്നുള്ള തലേന്ന് മുഴുവൻ നിങ്ങളുടെ വാർത്താ ചർച്ചയിലും ചോദ്യങ്ങളിലും ഒക്കെ പ്രധാന വിഷയമായിരുന്നല്ലോ. അതിനുശേഷം ഞാൻ പത്രക്കാരെ കാണുന്ന പിറ്റേ ദിവസമാണ്. പിറ്റേ ദിവസം ചോദിക്കുന്നവർ നിങ്ങൾ നിഷേധിച്ചില്ലല്ലോ, ഞാനത് ഈ കാര്യം കൂടി പറയുന്നില്ലെങ്കിൽ എന്താ വരിക? ഇത് ശരിയാണ്, നിഷേധിച്ചില്ല, ഇത് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പുതിയ വാർത്തകൾ ഉണ്ടാക്കൂലേ? ആ വാർത്തകൾ വരാതിരിക്കാൻ എന്ന് മാത്രമല്ല, ഈ വാർത്ത നേരെ ലിങ്ക് ചെയ്ത് മുഖ്യമന്ത്രിയിലേക്ക് ഈ കാര്യങ്ങളിൽ അനാവശ്യമായി വലിച്ചെടുക്കുകയല്ലേ. അപ്പോൾ ഈ കാര്യം പറയുന്നതായിരിക്കും ഗുണം എന്ന നിലയിൽ തന്നെയാണ് പറഞ്ഞത്. പക്ഷെ അതുകൊണ്ട് ഏതെങ്കിലും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ അതും ഒരു ആസൂത്രിതമായ പ്രചരണത്തിന്റെ ഭാഗമാണ്. അതാണ് ഈ പ്രതിപക്ഷ എനിക്ക് നേരെ ആക്രമണം നടത്തുന്നതിന്റെ ഒരു പതിപ്പാണത്. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പറഞ്ഞത് അങ്ങ് മുഖ്യമന്ത്രിയുടെ ഇടനിലക്കാരൻ, മുഖ്യമന്ത്രിയുടെ മനസാക്ഷിയാണ് അങ്ങ്. ആ മുഖ്യമന്ത്രി പറയാതെ അങ്ങ് ഇത് കാണാൻ പോകില്ല, മുഖ്യമന്ത്രിക്ക് വേണ്ടി എന്തോ ഡീൽ ചെയ്യാൻ പോകുന്നതാണ് പറയുന്നത്. പ്രതിപക്ഷ നേതാവും ഈ ശോഭാ സുരേന്ദ്രന്റെ നിലവാരത്തിലേക്ക് താഴരുത്. പറയുന്നോൽ ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള ധാരണയോടുകൂടി വേണം അദ്ദേഹം സംസാരിക്കാൻ. ഇത് ശോഭാ സുരേന്ദ്രന്റെ വാക്കുകളാണ്. അപ്പൊ അതെല്ലാം ഞാൻ അർത്ഥത്തിന് തള്ളിക്കളയുകയാണ്. ആദ്യം ദല്ലാൽ നന്ദകുമാർ പറയുന്നു, പിന്നീട് ശോഭാ സുരേന്ദ്രൻ പറയുന്നു. അതിനെ സ്ഥിരീകരിച്ചുകൊണ്ട് പിന്നീട് പറയുന്നത് KPCയുടെ മുൻ അധ്യക്ഷനാണ്, കണ്ണൂരിലെ സ്ഥാനാർത്ഥിയാണ്, അങ്ങയുടെ ആത്മസുഹൃത്തുമാണ് കെ സുധാകരൻ. സുധാകരൻ പറഞ്ഞു ഞാൻ ദുബായിൽ വെച്ചിട്ടാണ് ചർച്ച. പിന്നെ ചിലർ പറഞ്ഞു ഞാൻ തൃശ്ശൂർ വെച്ചിട്ടാണ്. ഇതെല്ലാം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് ആർക്കെങ്കിലും മറച്ചു വെക്കാൻ സാധിക്കുമോ? ഞാൻ തൃശ്ശൂർ പോയിട്ടുണ്ടോ ഇല്ലയോ എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും ഇപ്പം അറിയില്ലേ? ഒന്ന് പറഞ്ഞ് അത് തെറ്റാണെന്ന് പിന്നെ സ്ഥാപിക്കപ്പെടുമ്പോൾ ഉടനടി വേറെ. ഇത് ഇത്തരത്തിലൊരു എന്തും വിളിച്ചു പറയാൻ മടി കാണിക്കാത്ത ഒരു സ്ത്രീയുടെ വാക്കുകൾ ഇങ്ങനെ മാധ്യമങ്ങളെടുത്ത് ഈ രാഷ്ട്രീയത്തെ മലീനസമാക്കരുത്. ഈ സുധാകരൻ നേരത്തെ കോൺഗ്രസിൽ പോകാൻ തയ്യാറെടുത്തു എന്നൊക്കെ വാർത്തകളുണ്ട്. അദ്ദേഹം തന്നെ പറഞ്ഞു, അദ്ദേഹം വിളിച്ചിട്ടുണ്ട്, വേണ്ടി വന്നാൽ പോകുമെന്നും പറഞ്ഞു. ഇപ്പോ അങ്ങ് തിരിഞ്ഞിപ്പോ അങ്ങക്ക് നേരെയാണ് ഈ ആരോപണം വരുന്നത്. ഞാൻ പത്രസമ്മേളനം നടത്തി പറഞ്ഞ്, അതായത് സുധാകരൻ BJPയിലേക്ക് പോകാൻ പോകുന്നു, രാജ അദ്ദേഹത്തെ ക്ഷണിച്ചു, അമിത്ഷായെ കാണാൻ പോയി. ഈ കാര്യമെല്ലാം ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ച് 1 മണിക്കൂറോ 2 മണിക്കൂറോ കഴിയുമ്പോൾ ഞാൻ BJPയിലേക്ക് ചേരാൻ പോകുന്നു. അത് തന്നെ കാര്യങ്ങൾ വ്യക്തമല്ലേ, ആസൂത്രിതമാണെന്നുള്ളത്. ഞാൻ ഉന്നയിച്ചൊരു പ്രശ്നം പിന്നെ ഞാൻ തന്നെ പോകുന്നു പറഞ്ഞ് വാർത്ത ഉണ്ടാക്കുക, ഇതൊക്കെ വളരെ സംഘടിതമായിട്ടുള്ള ആസൂത്രിതമായിട്ടൊരു പ്ലാനിംഗ് ആണ്. അപ്പൊ ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ UDFും സുധാകരനെ കൊണ്ടതാണ് അങ്ങ് പറയുന്നത്. നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കൂ. അങ്ങനെ കരുതുന്നുണ്ടോ? ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കൂ. ഈ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ മാധ്യമക്കാര് ഒന്ന് പരിശോധിച്ചിട്ട് പറയും. ഈ തെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു. അങ്ങ് കണ്ണൂരും കാസർഗോഡും ഒക്കെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച ആളാണ്. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി എത്രത്തോളം സാധ്യത? പക്ഷേ ജനാധിപത്യ മുന്നണി നല്ല വിജയം നേടും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. ഈ വടകര ഉൾപ്പെടെ ഉള്ള മണ്ഡലം നല്ല പ്രതീക്ഷയാണുള്ളത്. നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിരുന്നു. നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിരുന്നു. ജനങ്ങളിൽ വലിയ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള വലിയ മാറ്റം ഇവിടെയുണ്ട്. BJP അക്കൗണ്ട് തുറക്കുമെന്ന് അവർ വലിയ അവകാശവാദം ഇപ്പോഴും ഉന്നയിക്കുന്നുണ്ട്. BJP അക്കൗണ്ട് തുറക്കാനുള്ള ഒരു സാധ്യതയും കേരളത്തിലില്ല. പിന്നെ ഇനി UDFും BJPയും തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് വല്ലതും നടന്നിട്ടുണ്ടോ എന്ന് മാത്രമേ ഈ റിസൾട്ട് വന്നാൽ അത് വ്യക്തമാവും. അങ്ങനെ നടക്കാനുള്ള സാധ്യതയുണ്ടോ? അവർ തമ്മിൽ വലിയ ആത്മബന്ധങ്ങളാണ്. അവരും വന്നൊരു ആന്തരിക ബന്ധമുണ്ട്. ഇടതുപക്ഷത്തെ എതിർക്കാൻ ഇവരെല്ലാ സ്ഥലത്തും ഒരു പ്ലാറ്റ്ഫോമിലാണ്, അത് എതിർത്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണല്ലോ ഇവിടെ ഓരോ കാര്യങ്ങൾ നടത്തുന്നത്. ആദ്യത്തെ ദിവസം പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ പിറ്റേ ദിവസം BJP ഏറ്റെടുക്കും. അപ്പൊ BJPയും UDFും തമ്മിലുള്ള നല്ല ബന്ധം ഇവിടെയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ കാര്യങ്ങളെല്ലാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കോൺഗ്രസ്, നാളത്തെ BJP, അതാണ് ഇവിടുത്തെ അവസ്ഥ. അത് തുറന്നു കാട്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെ BJPയും UDFും തമ്മിൽ വലിയ അകൽച്ചയില്ലാത്തൊരു നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കച്ചവടം നടക്കാനുള്ള സാധ്യത ഏറെയുണ്ട്. അതിന് നല്ല സാധ്യത ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ കച്ചവടം നടന്നാൽ അത് മറികടന്ന് വരാനുള്ള ഒരു കരുത്ത് ഇടതുമുന്നണിക്കുണ്ടോ ഈ സമയത്ത്? അത് നമുക്ക് അതിന്റെ റിസൾട്ട് നോക്കിയിട്ട് പറയാം. എന്നാലും മികച്ച വിജയപ്രതീക്ഷയാണ് ഇപ്പോഴും ഉള്ളത്. അതിന്റെ റിസൾട്ട് വിജയപ്രതീക്ഷ തന്നെയാണ്.
അതുതന്നെയാണ് അശ്വതി ഇ.പി. ജയരാജനാണ് പറഞ്ഞത്. ഈ വിവാദങ്ങളിൽ നിലപാടുകൾ അദ്ദേഹം വ്യക്തമാക്കുകയാണ്. അദ്ദേഹം CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കാനാണ് തിരുവനന്തപുരത്ത് എത്തിയത്. ആ യോഗത്തിൽ അദ്ദേഹം സ്വാഭാവികമായി എത്ര കാര്യങ്ങൾ അദ്ദേഹം പറയാൻ കഴിയില്ല സംഘടനാ രീതി വെച്ച്. ഒരുപക്ഷെ ഈ വിഷയം ഇന്ന് ചർച്ചയ്ക്ക് വന്നാൽ അദ്ദേഹം അവിടെ നിലപാട് പറയും. എന്താണ് സംഭവിച്ചത്, തനിക്കെതിരെ നടന്ന ഗൂഢാലോചന, അതിലിപ്പോൾ ഒരു അന്വേഷണം അടക്കം ഇ.പി. ജയരാജൻ ആവശ്യപ്പെടുകയാണ്. അദ്ദേഹത്തിനെതിരെ വലിയ ആരോപണങ്ങളാണ് ഉയർന്നു വന്നത്. ഒരുപക്ഷെ ഇ.പി. അത്രയധികം പ്രധാനപ്പെട്ട നേതാവാണ് CPM-ന്, പ്രത്യേകിച്ച് കണ്ണൂർ രാഷ്ട്രീയത്തിൽ അത്തരമൊരു നേതാവിനെതിരെ ഒരു വലിയ ഗൂഢാലോചന നടന്നുവെന്ന് വിശ്വസിക്കുന്നവരും CPM-ലുണ്ട്. ഏതായാലും അദ്ദേഹത്തിന്റെ ആ നിലപാടുകൾ അദ്ദേഹം ഇന്ന് സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ പറയും. അതിനുശേഷം CPM അക്കാര്യത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്യും. ഏതായാലും ഇ.പി. ജയരാജൻ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. അത് ഈ ആരോപണത്തെ പ്രതിരോധിക്കാൻ കഴിയുമെന്ന കാര്യത്തിലും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമുണ്ടാവുമെന്ന കാര്യത്തിലും മുന്നണിയുടെ കൺവീനർ വലിയ ആത്മവിശ്വാസത്തിലാണ്. അദ്ദേഹം അല്പസമയത്തിനകം ഇവിടെ AKG സെന്ററിന് എതിർവശത്തുള്ള അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിലേക്ക് എത്തുകയാണ്. അദ്ദേഹം ഇന്ന് പങ്കെടുക്കില്ലാത്ത തരത്തിലുള്ള ചില അഭ്യൂഹങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അതൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇ.പി. ജയരാജൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാൻ എത്തുന്നത്. അദ്ദേഹം തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പാർട്ടിക്ക് മുമ്പിൽ പറയുമെന്ന് തന്നെ നമുക്ക് കരുതാം. ശരി അരുൺ, എന്തായാലും ഇ.പി. ജയരാജനുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. News 18 മാത്രം നൽകിയ അഭിമുഖമാണ്. അദ്ദേഹം ഇപ്പോൾ വിമാനത്താവളത്തിൽ നിന്നും AKG സെന്ററിനടുത്തേക്ക് എത്തുകയാണ്. എല്ലാ വിവാദങ്ങൾക്കും എല്ലാ ചോദ്യങ്ങൾക്കും അദ്ദേഹത്തിന് മറുപടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. TG സജിത്ത് ചേരുന്നു കൂടുതൽ വിശകലനങ്ങളുമായി. സജിത്ത്, എല്ലാ കാര്യങ്ങൾക്കും എല്ലാ ചോദ്യങ്ങൾക്കും അരുണിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി പറയുകയാണ് ഇ.പി. ഇതിനപ്പുറം തനിക്ക് ഒന്നും പറയാനില്ല എന്നുള്ള കാര്യം അദ്ദേഹം ആവർത്തിക്കുന്നു. ശോഭാ സുരേന്ദ്രനെ ഇതുവരെ കണ്ടിട്ടില്ല, നേരിട്ട് കണ്ടതാകെ ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ മാത്രമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ ഹോട്ടലിൽ ഇന്നേ വരെ പോയിട്ടില്ല. താൻ BJP-യിലേക്ക് പോകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന് പരിഹാസ്യ രൂപേണ ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. വലിയ ആത്മവിശ്വാസത്തിലാണ് ഇ.പി. അശ്വതി സൂചിപ്പിച്ചതുപോലെ ഇ.പി. ജയരാജനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ച് നിർണായകമായ ദിവസമാണിന്ന്. കാരണം CPM സെക്രട്ടേറിയറ്റ് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ തന്റെ രാഷ്ട്രീയ ഭാവിയിൽ തന്റെ കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള ഒരവസരമായി ഇ.പി. അതിനെ ഏറ്റെടുക്കുന്നു എന്നതാണ് അദ്ദേഹത്തിന് ഇന്ന് രാവിലത്തെയുള്ള നീക്കത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ഇ.പി. ജയരാജൻ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കില്ല എന്നതായിരുന്നു ഇന്നലെ വരെ കരുതിയിരുന്നത്. പക്ഷേ ഇന്ന് അതിരാവിലെ അദ്ദേഹം കണ്ണൂരിൽ നിന്നും യാത്ര തിരിച്ച് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി തിരിക്കുകയാണ്. തന്റെ നിലപാട് വിശദീകരിക്കുന്നതിനുള്ള അവസരമായി അദ്ദേഹം ഈ സെക്രട്ടേറിയറ്റ് യോഗത്തെ മാറ്റുന്നു എന്നതാണ് സാഹചര്യം. ഇവിടെ ശ്രദ്ധേയമാവുന്നത് ഇന്ന് CPM യോഗത്തിൽ ഉയരുന്ന ചർച്ചകളാണ്. കാരണം CPM-ന്റെ പ്രധാന നേതാക്കൾ എല്ലാവരും, പ്രത്യേകിച്ച് സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ എല്ലാവരും ശക്തമായി തന്നെ ഈ വിഷയത്തിൽ നിലപാടെടുക്കും. കാരണം ഇ.പി.യുടെ ഭാഗത്തു നിന്നും വീഴ്ചകളുണ്ടായി, പാളിച്ചകളുണ്ടായി എന്ന നിലപാടുകൾ എടുക്കും. പക്ഷേ അതിനപ്പുറം ഇ.പി. ജയരാജൻ നടത്തുന്ന വിശദീകരണത്തിന് ആ വിമർശനങ്ങളെ മയക്കിയെടുക്കാൻ കഴിയുമോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ ഇ.പിക്ക് ഒരു പക്ഷേ താൽക്കാലികമായെങ്കിലും ഒരു ആശ്വാസം കിട്ടുന്ന നടപടി ഒരു പക്ഷേ CPM സെക്രട്ടേറിയറ്റിൽ നിന്നും ഉണ്ടാവും. പക്ഷേ അദ്ദേഹത്തിന് കൺവീനർ സ്ഥാനത്ത് തുടരാനാകുമോ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികൾക്കെല്ലാം ഇ.പിയുടെ നിലപാടിൽ അവിശ്വാസം രൂപപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇ.പിക്ക് ഇനി കൺവീനർ സ്ഥാനത്ത് തുടരാൻ കഴിയുമോ? ഇതിൽ ഏറ്റവും നിർണായകമാവുന്നത് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ എടുക്കാൻ പോകുന്ന നിലപാടാണ്. ഇ.പി. ജയരാജനെ തള്ളിയെടുത്ത നിലപാട് മുഖ്യമന്ത്രി നേരത്തെ പോളിംഗ് ദിവസം പരസ്യമാക്കിയിരുന്നു. സമാന നിലപാടോ അതോ അതിനേക്കാൾ കടുത്ത നിലപാടിലേക്കോ മുഖ്യമന്ത്രി പാർട്ടി യോഗത്തിൽ വരുമോ? അങ്ങനെയെങ്കിൽ അത് ഇ.പി. ജയരാജനെ സംബന്ധിച്ച് നിർണായകമാണ്. എന്തായാലും വി അരുണിന് മുന്നിൽ ഇ.പി. തന്റെ മനസ്സ് തുറക്കാനാണ് ശ്രമിച്ചിരിക്കുന്നത്. തനിക്ക് ഈ വിഷയങ്ങളുള്ള നിലപാട്, താൻ BJP-യിലേക്ക് പോവില്ല, അത്തരമൊരു ചർച്ചയും നടന്നിട്ടില്ല, അത്തരമൊരു ആലോചനയുമില്ല എന്നതാണ് ഇ.പി. ഉന്നയിക്കുന്ന വാദം. അശ്വതി, ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് ചില മാധ്യമങ്ങൾക്ക് ശോഭാ സുരേന്ദ്രൻ നൽകിയിരിക്കുന്ന അഭിമുഖമാണ്. ശോഭാ സുരേന്ദ്രൻ ആവർത്തിച്ച് പറയുന്നത് 3 തവണ ഇ.പി. ജയരാജനുമായി കൂടിക്കാഴ്ച നടത്തുകയും ഡൽഹിയിലെ ലളിത് ഹോട്ടലിൽ നടന്ന ഈ കൂടിക്കാഴ്ചയ്ക്കൊടുവിൽ നാളെ, അതായത് ആ ചർച്ച നടന്നതിന് തൊട്ട് പിറ്റേ ദിവസം ഇ.പി. BJP ചേരുന്നതിന് തീരുമാനം കൈക്കൊള്ളിരുന്നതുമാണ്. പക്ഷേ പെട്ടെന്നൊരു ഫോൺ കോൾ വരികയും ആ ഫോൺ കോളിനൊടുവിലാണ് ഇ.പി. പെട്ടെന്ന് പിന്മാറുകയും ചെയ്തത്. ഇത് മുഖ്യമന്ത്രിയാണോ എന്ന സംശയം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ ഈ അഭിമുഖം നൽകിയിരിക്കുന്നത്. പക്ഷേ പിന്നീട് ഈ ദല്ലാൽ നന്ദകുമാർ അടക്കം ഈ ശോഭയുടെ വാദങ്ങൾ നിഷേധിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ചില കൂടിക്കാഴ്ചകൾ, ചില ചർച്ചകൾ ഏതു തരത്തിലൊക്കെ നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുന്നുണ്ട്. പക്ഷെ അത് ഈ പറയുന്ന രീതിയിലേക്കുള്ള ഒരു ആക്ഷേപമായി വളരുമോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു കാര്യം വ്യക്തമാണ്, ഇ.പി. ജയരാജനെ സംബന്ധിച്ച് അദ്ദേഹം ഇക്കാര്യങ്ങൾ കൂടി ഇനിയും വിശദീകരിക്കേണ്ടി വരും. പ്രത്യേകിച്ച് അത് പാർട്ടി നേതൃത്വത്തിന് മുന്നിൽ വിശദീകരിക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ അതിന്റെ ഭാവി എന്തെന്നാണ് പ്രധാനപ്പെട്ട കാര്യം. ഇ.പി. ഒരു കാര്യം അംഗീകരിക്കുന്നത് തനിക്ക് ചില ജാഗ്രത പിഴവുകൾ പറ്റിയെന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ദല്ലാൽ നന്ദകുമാറുമായി ഉള്ള ബന്ധങ്ങളൊക്കെ
ഈ തരത്തിലേക്ക് വഴിവെച്ചത് തന്റെ ഒരു ജാഗ്രത കുറവാണ് എന്ന കാര്യം അദ്ദേഹം ഒരു പരിധിവരെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ഈ വാദം അംഗീകരിച്ചുകൊണ്ട് ഈ വിവാദത്തെ അദ്ദേഹത്തിന് ഇല്ലാതാക്കാൻ കഴിയുമോ എന്ന കാര്യമാണ് പ്രസക്തമാവുന്നത്. ഒരു കാര്യം കൂടിയുള്ളത്, CPM-ന്റെ കേന്ദ്രങ്ങൾ, പ്രത്യേകിച്ച് സൈബർ കേന്ദ്രങ്ങൾ ഇതിനകം EP ജയരാജനെ തള്ളി നിലപാടെടുത്തുകൊണ്ട് രംഗത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി CPM അണികൾക്ക് മുന്നിലും EP-യുടെ ഇമേജും അദ്ദേഹത്തിന്റെ നിലപാടുകളും അത് അംഗീകരിക്കപ്പെടണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഇന്നത്തെ CP യോഗത്തിന്റെ തീരുമാനവും വളരെ പ്രധാനപ്പെട്ട അതാണ്. സജിത്, എന്തായാലും ആ ചോദ്യത്തിനോടും അദ്ദേഹത്തിന് പ്രതികരണം ഉണ്ടായിരുന്നു. VV അരുൺ ഇത് ചോദിച്ചപ്പോൾ അണികൾക്ക് താങ്കളോടുള്ള ഈ സമീപനത്തിൽ ഒരു മാറ്റം വന്നിട്ടില്ലേ എന്ന ചോദ്യത്തിനും അദ്ദേഹത്തിന് മറുപടി ഉണ്ടായിരുന്നു. അദ്ദേഹം കൃത്യമായി പറഞ്ഞു, അത് ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അത് അവർക്ക് വ്യക്തമായി കാണും, അല്ലെങ്കിൽ 2 ദിവസം കൂടി കഴിയുമ്പോൾ അത് പൂർണ്ണമായും അവർക്ക് ബോധ്യപ്പെടും, അവരും ഇത് തള്ളും ഈ വിവാദം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും എല്ലാ കാര്യങ്ങളും ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഏറ്റവും പ്രസക്തമായ കാര്യം, കെ സുധാകരൻ BJP-യിലേക്ക് പോകും, അതിന്റെ ചർച്ചകൾ നടക്കുന്നുവെന്ന് താൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞതിന് പിന്നാലെയാണ് തനിക്കെതിരെ അത് അത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചത്. അപ്പോൾ അരുൺ ചോദിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ കെ സുധാകരനും കോൺഗ്രസും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് നിങ്ങൾ അന്വേഷിക്കൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ഈ ഗൂഢാലോചന അന്വേഷിക്കണം, നിയമപരമായി തന്നെ മുന്നോട്ട് പോകുമെന്നും EP ജയരാജൻ ന്യൂസ് 8 നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഭരണ നേട്ടങ്ങളും രാജ്യത്തിന്റെ വികസന സ്വപ്നങ്ങളും ന്യൂസ് 8-നോട് പങ്കുവച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിനും UPA സർക്കാരിനും കടുത്ത വിമർശനമാണ് മോദി അഭിമുഖത്തിൽ ഉയർത്തിയത്. UPA ഭരണകാലത്ത് ഇന്ത്യ വികസ്വര രാജ്യങ്ങളുടെ കണ്ണിൽ ദരിദ്ര രാജ്യമായി മാറിയ കാഴ്ചയാണ് കണ്ടത്. വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന 1998-ൽ ഇന്ത്യയുടെ പ്രതിശീർഷ GDP പിയർ ഗ്രൂപ്പിലെ മറ്റുള്ള രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ 30%. ഇത് വാജ്പേയി ഭരണകാലത്ത് 35% ഉയർന്നു. എന്നാൽ പിന്നീടെത്തിയ UPA സർക്കാരിന്റെ കാലത്ത് ഈ കണക്ക് 30%-ലേക്ക് താഴ്ന്നു. പിന്നീട് താൻ അധികാരത്തിലെത്തിയ ശേഷം കഠിന പ്രയത്നത്തിലൂടെ ഇപ്പോൾ അത് 42% ഉയർന്നതായി മോദി പറഞ്ഞു. UPA ഭരണകാലത്ത് പല രാജ്യങ്ങളും വികസനത്തിൽ ഇന്ത്യയെ കടത്തിവെട്ടി മുന്നേറി. ഇക്കുറി കോൺഗ്രസ് പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ മുസ്ലിം ലീഗിന്റെ താൽപര്യങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. സത്യം പറയേണ്ടത് തന്റെ ഉത്തരവാദിത്തമായതിനാലാണ് ഇക്കാര്യങ്ങൾ തുറന്നു പറയുന്നതെന്നും മോദി നെറ്റ്വർക്ക് 18 ഗ്രൂപ്പ് എഡിറ്റർ രാഹുൽ ജോഷി, ന്യൂസ് 18 കന്നഡ എഡിറ്റർ ഹരിപ്രസാദ, ന്യൂസ് 18 ലോക്മത് ആങ്കർ വിലാസ് ബാഡെ എന്നിവർക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. आपने जो है राजस्थान में एक रैली में एक कांग्रेस के मैनिफेस्टो पर एक डायरेक्ट अटैक किया। आपने ये तक कहा कि इनका एक स्कीम है जिससे कि ये वेल्थ डिस्ट्रीब्यूट करना चाहते हैं, ये पता लगाना चाहते हैं किसके पास कितनी जमा पूंजी है, किसके पास कितना पैसा है, किसके पास कितना सोना है, सिल्वर है, चांदी है, और उसको वो मुसलमानों में और घुसपैठियों में बांट देना चाहते हैं। क्या ये थ्रेट इतना रियल है? क्या आपको ऐसा दिखता है? कांग्रेस का जहाँ तक मैनिफेस्टो है, कोई मुझे बताए क्या चुनाव के अंदर पॉलिटिकल पार्टियों के मैनिफेस्टो ये कोई शोपीस के लिए होते हैं क्या? सचमुच में तो मीडिया का काम है कि हर एक पॉलिटिकल पार्टी के मैनिफेस्टो की बारीकी से जांच पड़ताल करें। मैं इंतजार कर रहा था कि मीडिया करे। पहले दिन मैंने एक कमेंट तो कर दिया था जी, मैं कोई आज कर नहीं रहा जी, कि भाई मुझे मैनिफेस्टो देख करके लगता है कि इस पर पूरी तरह मुस्लिम लीग की छाप है। तो मुझे लगा कि मीडिया चौंक जाएगा, जो एनालिसिस करने वाले चौंक जाएंगे, लेकिन पता नहीं अब उनकी व्यस्तता कुछ और है। मैनिफेस्टो में उनकी तरफ से जो परोसा गया उतना ही गुड़ी गुड़ी उछालते रहे। फिर मुझे लगता भी ये तो इकोसिस्टम का बड़ा मिलीभगत लगता है। अब मुझे सच्चाई लेकर जाना पड़ेगा। मैंने काफी 10 दिन इंतजार किया कि देश इस मैनिफेस्टो में जो बुराइयां हैं उसको कोई न कोई क्योंकि निष्पक्ष तरीके से आता है तो अच्छा है। 2006 का एक वीडियो जो वायरल हो रहा है जिसमें मनमोहन सिंह जी ने कहा है कि गरीब मुसलमानों का पहला अधिकार रिसोर्सेज पर है, ये उन्होंने साफ कहा है। आपने उसको मैनिफेस्टो में भी ये बात पॉइंट आउट की है कि ओबीसी रिजर्वेशन का जो है पार्ट लेकर वो मुसलमानों को दे देना चाहेंगे, और 2004 से 2014 के बीच में उन्होंने 4-5 बार ऐसा करने की कोशिश की भी है। अरे भाई, ये तो बड़ा इंटरेस्टिंग सवाल आपने पूछा है। जरा मेरा जवाब लंबा हो जाएगा, लेकिन देश के लिए मुझे बताना पड़ेगा। बताइए। आप कांग्रेस का इतिहास देख लीजिए।
90 के दशक से ये मांग उठी है देश में। समाज का एक बहुत बड़ा तबका है जिसको लगता था कि हमारे लिए कुछ होना चाहिए, उसके लिए आंदोलन हुए हैं। 90 से पहले कांग्रेस ने पूरी तरह इस बात को खारिज कर दिया, उसका विरोध किया, उसको दबाने की कोशिश की है। यानी 90 के पहले का उनका दशक है। फिर उनको जितनी भी कमीशन बने, जितनी कमेटियां बनाई, उसके भी रिपोर्ट्स ओबीसी के विचार के पक्ष में आने लगे। अब उनके सिफारिशों को भी वो नकारते रहे, रिजेक्ट करते रहे, दबाते रहे। 90 के दशक में उनको लगा कि भाई अब इसको जरा उनकी वोट बैंक की राजनीति के अनुसार उसको टर्न दिया जाए। उन्होंने पहला पाप किया 90s के दशक में कर्नाटका में उन्होंने धर्म के आधार पर, आपको याद होगा, कर्नाटका में उन्होंने धर्म के आधार पर मुसलमानों को ओबीसी घोषित कर दिया। यानी देश के ओबीसी को नकारना, उस विचार को दबाना, उस विचार को रिजेक्ट करना, लेकिन राजनीति खातर मुसलमानों को ओबीसी घोषित कर देना। केंद्र से कांग्रेस गई, 2004 तक ये प्लान ठप रहा, उनका इरादा पक्का नहीं हुआ। 2004 में वो फिर आए, तो आते ही आंध्र में मुस्लिम को ओबीसी कोटा ये देना तय कर लिया। मामला कोर्ट में जाके उलझ गया। अब ओबीसी के 27% जो आरक्षण मिला हुआ है, भारत के संसद ने दिया है, संविधान के मूलभूत भावना के प्रकाश में दिया है। 27% शहद लगाने की उन्होंने तैयारी कर दी, डाका डालने की कोशिश की। 2006 में नेशनल डेवलपमेंट काउंसिल की मीटिंग हुई थी, एनडीसी की। मनमोहन जी के बयान पर बहुत बड़ा हंगामा हो गया। 2 साल कांग्रेस पूरी चुप रही। 2009 के घोषणा पत्र में फिर से इसका जिक्र किया। 2011 में कैबिनेट नोट है इसका, 2011 के कैबिनेट नोट में ओबीसी के 27% हिस्सा डाका डाल करके उसमें से मुसलमानों को दे देना उन्होंने तय किया जी। 2012 यूपी चुनाव में भी उन्होंने इसकी एक असफल कोशिश की, फायदा नहीं हुआ। 2012 आंध्र हाईकोर्ट ने इसको रिजेक्ट कर दिया, रद्द कर दिया, कानूनी जजमेंट आ गया। एससी में गए, सुप्रीम कोर्ट में गए, वहां भी उनको कोई रिलीफ नहीं मिला। 2014 के घोषणा पत्र में भी धर्म के आधार पर आरक्षण की बात कही है, जबकि हिंदुस्तान का संविधान जब बना तब तो कोई आरएसएस वाले, बीजेपी वाले संविधान सभा में नहीं थे। बाबा साहब आम्बेडकर जैसे लोग बैठे थे, पंडित नेहरू जैसे बैठे थे, सरदार वल्लभ भाई बैठे थे, देश के कई महापुरुष बैठे थे। उन सब ने लंबे चिंतन के बाद तय किया था कि भारत जैसे देश में धर्म के आधार पर आरक्षण नहीं दिया जा सकता। 2024 के चुनाव में आप देख रहे हैं उनका मैनिफेस्टो, और मैंने कहा इस पर पूरी तरह मुस्लिम लीग की छाप है, यानी मुस्लिम लीगी नीतियां उन्होंने अपना शुरू किया। अब ये जो उन्होंने स्थितियां बनाई हैं, मुझे बताइए कि देश के लोगों को ये जिस प्रकार से संविधान की धज्जियां उड़ा रहे हैं, जिस प्रकार से लोग बाबा साहब आम्बेडकर को अपमानित करते हैं, एससी एसटी के आरक्षण पर भी खतरा, तलवार लटका देते हैं, ओबीसी का तो जीना मुश्किल कर देंगे। क्या मुझे देश की जनता को प्रशिक्षित करना चाहिए कि नहीं करना चाहिए? मैं सभी जो भी विद्वान लोग हैं, जो कलम के धनी हैं, जो निष्पक्ष हैं, उनका ये दायित्व बनता है कि ऐसे समय देश को वो एजुकेट करें, सही चीजें बताएं। കോൺഗ്രസുകാർ ഇന്ത്യയുടെ ജനങ്ങളെ കൊള്ളയടിക്കുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സാം പിത്രോദ പറയുന്നത് പിന്തുടർച്ചാവകാശ
നികുതി വരുമെന്നാണ്. അതായത് വരും തലമുറയ്ക്കായി സ്വരൂപിക്കുന്ന പണത്തിനും നികുതി കൊടുക്കേണ്ടി വരുമെന്നാണ്. BJP സർക്കാർ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. കോൺഗ്രസ് ഭരണത്തിൽ വന്നാൽ ദേശീയ തലത്തിൽ സാമൂഹിക സാമ്പത്തിക സർവേ നടത്തുമെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ഇന്ത്യ അരനൂറ്റാണ്ട് ഭരിച്ച കോൺഗ്രസ് ആണ് ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമായിരിക്കുന്നത്. എന്തിനാണ് ഈ അവസ്ഥ ഉണ്ടാക്കിയതെന്ന് അവർ ആദ്യം മറുപടി പറയട്ടെ എന്നും പ്രധാനമന്ത്രി ന്യൂസ് 8 അഭിമുഖത്തിൽ പറഞ്ഞു. सैम पिट्रोडा जी ने जो है इनहेरिटेंस टैक्स की बात की, जो हम लोगों की जमा पूंजी है, जब हम अपने लोग पूरा बचाते हैं अपने फैमिली के लिए, जब हम उसको अपने आने वाली जनरेशन को देंगे तो उस पर भी टैक्स लगेगा और ये टैक्स बहुत बड़ा टैक्स हो सकता है. तो क्या आप कहेंगे कि बीजेपी अगर आएगी तो इस टैक्स को कभी नहीं लागू करेगी? भारतीय जनता पार्टी क्या करेगी हमारे मैनिफेस्टो में साफ हमने लिख करके लाए हुए. अब उन्होंने कहीं सगुफा छोड़ दिया तो मैं भी वो झंडा लेके घूमूंगा, ये सवाल आपके मन में कैसे आ जाता है? भारतीय जनता पार्टी की विचारधारा साफ है जी. हम अपनी विचारधारा के आधार पर कार्यक्रमों को लेकर के, मैनिफेस्टो को लेकर के देश के सामने जाते हैं. कृपा करके ऐसे महासभा के विचारों को हम पर मत थोपिए भाई. मोदी जी, राहुल गांधी ने एक बात और कही है. वो कहते हैं कि जब वो सरकार अगर उनकी आएगी तो वो एक नेशनल एक्सरे कराएंगे. इसी से जुड़ा सवाल है, इसीलिए मैं पूछना चाह रहा हूँ. एक नेशनल एक्सरे कराएंगे. बात सिर्फ कास्ट सेंसस की नहीं है जो कि वो करते आए हैं, उस पर भी मैं आपका मत जानना चाहूँगा. मगर बात वो कहते हैं इससे आगे है. बात कास्ट की नहीं, बात जस्टिस की है. और वो कहते हैं कि हम जो है एक सोशियो इकोनॉमिक सर्वे लाएंगे, एक इंस्टीट्यूशनल सर्वे लाएंगे और उसमें देखेंगे कि किसके पास किस जाति और किस उस वर्ग के पास क्या है, कितना धन है, कितनी इंस्टीट्यूशंस में भागीदारी है, और उसके बेसिस पर हम इस पूरे सिस्टम को रीडिस्ट्रीब्यूट करेंगे. इसको आप कैसे देखते हैं? सबसे पहले तो इस देश में जो लोग अपने आप को राजनीति के एक्सपर्ट मानते हैं, जो लोग देश के उतार चढ़ाव को बड़ी बारीकी से अध्ययन करते हैं, सबसे पहले उनका दायित्व है कि वो ऐसे लोगों को पूछे कि जिस परिस्थितियों का वर्णन आप कर रहे हो, अगर ये सही है तो 50, 60, 65 साल तो आपने राज किया भाई. ये मुसीबत के जो जन्मदाता आप हो और आपने अब तक ये बर्बादी लाई क्यों? पहले उनका जवाब मांगो भाई. नंबर 1. नंबर 2, एक्सरे का मतलब क्या है जी? मतलब हर परिवार में जाना, घर घर छापा मारना. अगर किसी अनाज के डिब्बे में किसी महिला ने अपने गहने छपा के रखे हैं, उसको भी एक्सरे किया जाएगा, उनके गहने ले लिए जाएंगे, जमीनों का हिसाब किताब किया जाएगा और फिर उसको रिडिस्ट्रीब्यूट करेंगे. ये दुनिया में एक माओवादी विचार ने सब किया हुआ है. दुनिया बर्बाद हो चुकी है. ये पूरी तरह अर्बन नक्सल उस सोच का सीधा सीधा प्रकटीकरण है. और इसलिए मैनिफेस्टो आने के 10 दिन तक बाद भी ये जो जमात आए दिन लिखापट्टी करती है ना, वो चुप रही, उनके प्रोटेक्शन में चुप रही है. तब मिलके मेरी जिम्मेवारी बन जाती है कि देश को जगाना कि भाई देखिए आपको लूटने की ये तरकीब हो रही है. और दूसरा पार्ट है, डॉक्टर मनमोहन सिंह जी वगैरह उन्होंने हर बार कहा है कि भाई जो भी संपत्ति होगी इस पर पहला अधिकार किसका होगा. तो हिसाब किताब बहुत साफ है वो क्या करना चाहते हैं. കർണാടകയിൽ രാഷ്ട്രീയ ലാഭത്തിനായി മുസ്ലിങ്ങൾക്ക് കോൺഗ്രസ് OBC പദവി നൽകിയെന്ന് തുറന്നടിച്ച് പ്രധാനമന്ത്രി. അതിനു മുൻപ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ നിഷേധാത്മക സമീപനമായിരുന്നു സ്വീകരിച്ചത്. എന്നാൽ പിന്നീട് രാഷ്ട്രീയ ലാഭം മുന്നിൽ കണ്ടു. 2004-ൽ കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചെത്തിയപ്പോൾ ആന്ധ്രാപ്രദേശിലും ഇതേ നയം തുടരാൻ ശ്രമിച്ചു. അത് കോടതിയിൽ വലിയ സങ്കീർണ വിഷയമായി. കോൺഗ്രസ് പല കാലങ്ങളിൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം പരുവപ്പെടുത്താനാണ് ശ്രമിച്ചത്. ഇത് ജനങ്ങളും കോടതിയും പരാജയപ്പെടുത്തുകയായിരുന്നു. കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ആശയം SC/ST സംവരണത്തെ വരെ അട്ടിമറിക്കുന്നതാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. Regarding the guarantee schemes, in Karnataka, Congress promised 5 guarantees and they, after coming to power, they delivered that one. They, as per their promise, they are delivering that one. Now, whereas in BJP is more, in the last election, you lost there, only 66 seats you able to win there, BJP able to win there.
नाउ अगेन येडियुरप्पा जी का लीडरशिप और उसका बेटा का लीडरशिप में ज़्यादा फोकस हो रहा है। इसका वजह से थोड़ा सा बीजेपी के अंदर भी कुछ लोग नाराज भी है उधर। वो एक्चुअली आपका मन में कर्नाटक में अभी बीजेपी कितना सीट जीत सकते हैं, क्या है? नंबर 1, कर्नाटका की जनता पश्चाताप कर रही है कि हमने इतनी बड़ी गलती कर दी, इनको बिठा दिया। तो जन समर्थन हमारा कम नहीं हुआ है, जन समर्थन हमारा बढ़ा है। लेकिन इन्होंने इतने ही कम समय में सीएम कौन, अभी भी वो बात सेटल नहीं हुई है। शपथ हुआ है सीएम का, लेकिन सेटल नहीं हुआ है। अपने आप को सीएम मानने वाले लोग बहुत है उसमें। अब कानून व्यवस्था देखिए, चरमरा गई है, बम ब्लास्ट हो रहे हैं, हत्याएं हो रही हैं, आर्थिक स्थिति पूरी तरह कंगालियत की स्थिति में है। वादे तो बड़े बड़े कर दिए उन्होंने, और फिर टैग लगाए, ऐसा होगा तो ये मिलेगा, वैसा होगा तो नहीं मिलेगा। मतलब आप जनता के साथ धोखा भी कर रहे हो। जब हमने कहा कि भाई हम इन लोगों को आयुष्मान कार्ड देंगे, मतलब देंगे, फिर इफ्स एंड बट लगा करके उसमें बेईमानी नहीं करनी चाहिए। अभी जब हमने कहा कि हम 70 साल से ऊपर के किसी भी वर्ग के व्यक्ति होंगे, इनको आयुष्मान कार्ड देंगे, मतलब देंगे। आप में ये हिम्मत होनी चाहिए। उन्होंने किसानों की जो योजना थी वो रद्द कर दी, किसान सम्मान निधि। कोई कारण नहीं है इस प्रकार से करने का। अब आप कोई सोच सकता है जब बेंगलुरु दुनिया में हमारा बहुत बड़ा देश की इज्जत बढ़ाने में बेंगलुरु का बहुत बड़ा रोल है। दुनिया में जब जाते हैं ना, तो बेंगलुरु कहते ही ऐसा लगता है वो जैसा परिचित है। टैंक हब के रूप में जाना जाता था, आपने देखते ही देखते उसको टैंकर हब बना दिया, और टैंकर में भी माफियाशाही चल रही है। पानी के लिए लोग तरस रहे हैं। अगर ये जो हालत उन्होंने कर दी है, अब युवाओं के स्कॉलरशिप आपने संख्या भी कर दी, अमाउंट भी कम कर दी। यानी एक के बाद एक आपने ऐसे नेगेटिव काम किए हैं। जिन मुद्दों को लेकर के वोट मांगा, उन मुद्दों को आप वोट दे नहीं पा रहे हैं। अच्छा, डेप्यूटी सीएम वो अपने भाई के लिए वोट मांग रहे हैं, और वो खुद सीएम बन सके इसलिए सब खेल खेल रहे हैं। वो सीएम से हटे इसके लिए भी खेल खेले जा रहे हैं। जहां तक भारतीय जनता पार्टी का सवाल है, हम टीम स्पिरिट से काम करने वाले लोग हैं। भले मेरी टीम ने मोदी को आगे किया, लेकिन मेरी पूरी टीम काम कर रही है जी। उसी प्रकार से येडियुरप्पा जी हमारे वरिष्ठ नेता हैं, लेकिन काम पूरी टीम कर रही है, और टीम मेहनत करती है, लोगों को विश्वास भी है, और हम आगे बढ़ रहे हैं। आपने जो है राजस्थान में एक रैली में कांग्रेस के मैनिफेस्टो पर एक डायरेक्ट अटैक किया। आपने ये तक कहा कि इनका एक स्कीम है जिससे कि ये वेल्थ डिस्ट्रीब्यूट करना चाहते हैं, ये पता लगाना चाहते हैं किसके पास कितनी जमा पूंजी है, किसके पास कितना पैसा है, किसके पास कितना सोना है, सिल्वर है, चांदी है, और उसको वो मुसलमानों में और घुसपैठियों में बांट देना चाहते हैं। क्या ये थ्रेट इतना रियल है? PM Modi interview brought to you by IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ. ഇനി മറ്റു ചില വാർത്തകളിലേക്ക് പോകാം. തിരുവനന്തപുരം മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ ഒരാളെ കാണാതായി. പുതുക്കുറിച്ചി സ്വദേശി ജോണിനെയാണ് കാണാതായത്. വള്ളത്തിലുണ്ടായിരുന്ന 5 പേർ നീന്തി രക്ഷപ്പെട്ടു. സംസ്ഥാനത്ത് ഉഷ്ണതരംഗം തുടരുകയാണ്. പാലക്കാട് കൊടും ചൂടാണ്. 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരുന്നു. എസ് വിനേഷ് കുമാർ ചേരുന്നു വിവരങ്ങളുമായി. വിനേഷ്, ഗുഡ് മോർണിംഗ്. വലിയ ചൂട് തുടരുകയാണ്. എന്താണ് കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ പറയുന്നത്? കഴിഞ്ഞ ഒരാഴ്ചയായി പാലക്കാട്
കനത്ത ചൂട് തന്നെയാണ് അനുഭവപ്പെടുന്നത്. 40 ഡിഗ്രിക്ക് മുകളിലാണ് പാലക്കാട് ഇപ്പോൾ ചൂട്. ജനജീവിതം കൂടുതൽ ദുസ്സഹമായിക്കൊണ്ടിരിക്കുകയാണ്. കയ്യിൽ വെള്ളം കരുതാതെ ഒരു കാരണവശാലും പുറത്തു പോകാനാവാത്തൊരു സ്ഥിതിവിശേഷമുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, AC ഇല്ലാതെ, അതായത് എയർ കണ്ടീഷൻ ഇല്ലാതെ ആളുകൾക്ക് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. ഇടവിട്ട് വൈദ്യുതി ബന്ധം തകരാറിലാകുന്നത് കാരണം പലപ്പോഴും രാത്രികളിലൊക്കെ ആളുകൾ പുറത്തിരിക്കേണ്ട ഒരു അവസ്ഥ കൂടി ഇവിടെ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. എന്തായാലും പാലക്കാട് മാത്രമല്ല, മറ്റ് സമീപ ജില്ലകളിലെല്ലാം തന്നെ വലിയ ചൂട് അനുഭവപ്പെടുന്നുണ്ട്. കടുത്ത ഉഷ്ണതരംഗം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ ദിവസം ഒരാൾ ഇതുപോലെ തന്നെ സൂര്യാഘാതമേറ്റ് പാലക്കാട് മരിച്ചിരുന്നു. അതിൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസങ്ങളിലും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ നിർജ്ജലീകരണം മൂലം പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 2 പേരാണ് മരിച്ചത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്താണ്. അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊക്കെ ഇറങ്ങുന്നവർക്ക് വലിയ തോതിൽ തന്നെ ഈ സൂര്യാഘാതമേറ്റ സംഭവങ്ങളും നിരവധി ഉണ്ടായിട്ടുണ്ട്. എന്തായാലും പാലക്കാട് രാത്രികളിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം 40 ഡിഗ്രി, കഴിഞ്ഞ 2-3 ദിവസമായി 40 ഡിഗ്രിക്ക് മുകളിലാണ് പാലക്കാട് ചൂട് അനുഭവപ്പെടുന്നത്. മുമ്പൊരിക്കൽ 43.7 എന്ന രീതിയിലേക്ക് ഉഷ്ണം ഇത് വന്നിരുന്നു, അതിൻ്റെ കണക്ക് വന്നിരുന്നു. 43.7 ഡിഗ്രി സെൽഷ്യസിൽ ചൂട് കൂടിയിരുന്നു. ഇതുപോലെ തന്നെ ആളുകളെ സംബന്ധിച്ചിടത്തോളം പുറത്തിറങ്ങാതെ ജീവിക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷമുള്ള, പ്രത്യേകിച്ച് കാർഷിക മേഖലയാണ് പാലക്കാട്. പക്ഷേ ആളുകൾക്ക് പുറത്തിറങ്ങാതിരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. എങ്കിൽ പോലും കൃത്യമായി തന്നെ ഈ ജില്ലാ ഭരണകൂടം പറയുന്ന മാർഗനിർദ്ദേശങ്ങളും പ്രതിരോധ മാർഗങ്ങളും സ്വീകരിക്കണം എന്ന് തന്നെയാണ് പൊതുവെ പൊതുപ്രവർത്തകരും അതുപോലെ തന്നെ മറ്റുള്ള സാമൂഹ്യ സംഘടനകളും എല്ലാം തന്നെ പറയുന്നത്. എന്തായാലും ഇങ്ങനെ ഈ ഇടമഴ ലഭിക്കാതെ, അതായത് കൃത്യമായ ശക്തമായ വേനൽമഴ അടുത്ത 2-3 ദിവസം തുടർച്ചയായി ലഭിച്ചില്ലെങ്കിൽ പാലക്കാട് കൂടുതൽ താപത്തിലേക്ക് പോകും, കൂടുതൽ ചുട്ടുപൊള്ളും. ഇപ്പോൾ തന്നെ മണ്ണ് വേവുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ആളുകൾക്കൊരു 10 മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇത് ഒരു 3-4 മണി വരെ ഈ ഒരു അവസ്ഥ തുടരും. രാത്രിയിൽ പോലും 30 ഡിഗ്രിക്ക് മുകളിൽ ചൂട് അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. എന്തായാലും ഇത് വരും ദിവസങ്ങളിലും ഇതേ അവസ്ഥ തുടരുകയാണെങ്കിൽ ഇനിയും താപം വർദ്ധിക്കും. ഒപ്പം തന്നെ അത് ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്നതിനൊപ്പം തന്നെ ഇത്തരത്തിലുള്ള നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ദിവസം കുഴഞ്ഞു വീണ് 3 പേർ കുഴഞ്ഞു വീണ് മരിച്ചതുമായി ഈ കടുത്ത ഉഷ്ണവുമായി അതിന് ബന്ധമുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് ആളുകൾ പറയുന്നത്. അതായത് കാലാവസ്ഥാ വിദഗ്ധരും ഉൾപ്പെടെ പറയുന്നത് തെരഞ്ഞെടുപ്പിൽ പോളിംഗ് പാലക്കാട് ജില്ലയിൽ കുറയാനൊരു പ്രധാന കാരണവും ഇത്തരത്തിലുള്ള കടുത്ത ഉഷ്ണം തന്നെയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ശക്തമായ മഴ ലഭിച്ചില്ലെങ്കിൽ, 1 മണിക്കൂറെങ്കിലും ശക്തമായൊരു മഴ ലഭിച്ചില്ലെങ്കിൽ കൂടുതൽ ദുരിതത്തിലേക്കായിരിക്കും പാലക്കാട്ടെ ജനത പോവുക. ശരി, അതാണ്. എന്തായാലും ചൂട് കൂടുകയാണ്, അതിനുള്ള പ്രതിരോധ നടപടികൾ നമ്മൾ എടുക്കുകയും വേണം. വിനേഷാണ് വിവരങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പ് തിരക്ക് കഴിഞ്ഞെങ്കിലും കൊല്ലത്തെ ഇടത് സ്ഥാനാർത്ഥി മുകേഷ് MLAക്ക് വിശ്രമമില്ല. MA നിഷാദ് സംവിധാനം ചെയ്യുന്ന ഒരു അന്വേഷണത്തിന് തുടക്കം എന്ന സിനിമാ സെറ്റിൽ മുകേഷ് അഭിനയം തുടങ്ങിക്കഴിഞ്ഞു. സിനിമ വിട്ടിട്ട് ഒരു കളിയുമില്ല എന്നാണ് മുകേഷ് പറയുന്നത്. 1.5 മാസമായി ചുട്ടുപൊള്ളുന്ന വെയിലത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലായിരുന്നു മുകേഷ്. ഒരു വിശ്രമം ആരും ആഗ്രഹിക്കും. പക്ഷേ ഇടവേളകളില്ലാതെ രാഷ്ട്രീയവും സിനിമയും കൊണ്ടു നടക്കുന്ന മുകേഷ് നേരെ എത്തിയത് സിനിമാ സെറ്റിലേക്ക്. സിനിമ എന്ന് പറഞ്ഞാൽ ജീവിക്കാനുള്ള വഴി, മറ്റേത് ഫുൾ ടൈം സേവനം. രണ്ടും കൂടെ ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളത് ഇപ്പോൾ 8 കൊല്ലമായിട്ട് ഞാൻ പ്രൂവ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആ വികസന പ്രവർത്തനങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾക്ക് എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന തരത്തിൽ, അതായത് അവർ വിശ്വസിക്കുന്ന തരത്തിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റി. അപ്പോൾ വീണ്ടും അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ കൊല്ലത്തിൻ്റെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് നമ്മുടെ സേവനം കൊണ്ടുപോകാനുള്ള ഒരു വലിയ സാഹചര്യം വന്നു. അത് സ്വീകരിച്ചു. പിന്നെ സിനിമ വിട്ടിട്ടുള്ള ഒരു പരിപാടിയില്ല. സിനിമാ സെറ്റിലെത്തിയെങ്കിലും കൊല്ലത്തെ രാഷ്ട്രീയ പോരിന്റെ വീര്യം മുകേഷിൽ ചോർന്നു പോയിട്ടില്ല. ജനങ്ങൾ തനിക്കൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് മുകേഷിന്റെ പ്രതീക്ഷ. ജയിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട്, അതിനകത്ത് യാതൊരു സംശയമില്ല. ജയിക്കുമെന്നുള്ള പ്രതീക്ഷ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ നിന്നിട്ട് കാര്യമില്ലല്ലോ. നിന്നിട്ടും അതുപോലെ ഇത്രയും 89 ദിവസമാണ് ഞാൻ രാവും പകലും എല്ലാം ആൾക്കാരുടെ ഇടയിൽ ചെന്ന് അവർ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും അവരുമായിട്ട് ചെലവഴിക്കാനും, അത് അവർ ശരിക്കും വിചാരിച്ചിരുന്ന ഒരു സാധാരണ സിനിമാ നടനല്ല, നക്ഷത്രമല്ല, സാധാരണ ആളാണെന്നുള്ള ഒരു ബോധ്യമൊക്കെ വന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് വരും. MA നിഷാദ് സംവിധാനം ചെയ്യുന്ന ഒരു അന്വേഷണത്തിന്റെ തുടക്കം എന്ന സിനിമയുടെ കോട്ടയത്തെ സെറ്റിലാണ് മുകേഷ്.